സാധാരണ നടക്കുന്ന പൊതുയോഗത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ഒരു പുതിയൊരു അനുഭവത്തിന് ഈ പൊതുയോഗത്തിൽ സാക്ഷിയാവാൻ സാധിച്ചു എന്ന സന്തോഷകരമായ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലയിടത്തും ചൊല്ലുമ്പോൾ സാധാരണ ചെറുപ്പക്കാരായ ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരാറുണ്ട്. അതവരുടെ രക്തത്തിളപ്പിൻ്റെ അതല്ലെങ്കിൽ അവരുടെ യുവത്വത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ടാണ് എന്നായിരുന്നു അതിനെക്കുറിച്ച് പലവരും പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ തൻ്റെ ഏറെക്കാലം മറ്റു പാർട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ആ പാർട്ടികളിൽ പ്രവർത്തിച്ച് ഇന്നത്തെ തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന ഘട്ടത്തിൽ പോലും ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തണം തന്നാലാകും വിധം എന്ന തരത്തിൽ വളരെ പ്രായം ചെന്നിട്ടുള്ള കാരണവന്മാർ ഉൾപ്പെടെ പാർട്ടിയിൽ അംഗത്വം എടുത്ത് സ്വകാര്യമാക്കി വെക്കുന്നതിനു പകരം പൊതുവേദിയിൽ വന്ന് പാർട്ടിയുടെ ഷാളണിച്ച് ഞാനും ഒരു SDPI-കാരനാണ് എന്ന് സംശയിക്കുന്നവരുടെ മുമ്പിൽ നെഞ്ചുവിരുത്തി പ്രഖ്യാപിക്കാൻ കാണിച്ച സന്നദ്ധതയെ എൻ്റെ പാർട്ടിയുടെ നമ്മുടെ SDPI-യുടെ പൊതുയോഗങ്ങളിലെ പുതിയൊരു അനുഭവമാണ് ഇവിടെ നിന്നും എനിക്ക് ലഭിച്ചത് എന്ന് സന്തോഷത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സമകാലീന ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഏറെ വിശദമല്ലെങ്കിലും ഉദ്ഘാടകനും അതുപോലെ അധ്യക്ഷനും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തൊട്ടു മുൻപ് പാർട്ടിയിലേക്ക് കടന്നു വരാൻ നിമിത്തമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തൻ്റെ ഹ്രസ്വമായ സംസാരത്തിലും ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ ചുറ്റുപാടുകളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ആർക്കും രണ്ടു വട്ടം ചിന്തിക്കാത്ത വിധം ബോധ്യമാണ് നമ്മുടെ രാജ്യം അപകടകരമായ അഗാധ ഗർത്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അപകടത്തിലേക്കാണ് നാടിൻ്റെ പോക്ക് എന്ന് എല്ലാവരും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, രാഷ്ട്രീയം പറയുന്ന, സംസാരിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മോഡി ഗവൺമെന്റിന്റെ 2 ടേമിലെ ഭരണം പൂർത്തിയാകാൻ പോകുകയാണ്. മൂന്നാമതും അദ്ദേഹം മോഡിയാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ BJP-യും സകല സന്നാഹങ്ങളും ഒരുക്കി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുക വഴി BJP അല്ലാത്ത മറ്റൊരു കക്ഷി അധികാരത്തിൽ വരും എന്ന് ഉറപ്പോടെ വളരെ കൃത്യതയോടുകൂടി പറയാൻ പറ്റാത്ത വിധം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം BJP വർഗീയവൽക്കരിച്ച് അവർക്ക് അനുകൂലമായ ഒരു ചുറ്റുപാടാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചുറ്റുപാടെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം മോഡി നടത്തിയ ഭരണം കൊണ്ട് രാജ്യം എന്ത് നേടി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാൻ പാടില്ല. മോഡി പ്രധാനമന്ത്രി പദത്തിലേക്ക് കയറി വരുമ്പോൾ, രാഷ്ട്രത്തിന്റെ പാർലമെന്റിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പാർലമെന്റ് കവാടത്തിൽ വാതിലിൽ ചുംബിച്ചുകൊണ്ടാണ്, നമിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് കാലെടുത്തു വെച്ചത്. പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം അവരോധിക്കപ്പെട്ടത് അന്ന് നമ്മുടെ നാട്ടിലെ ചായക്കടയിലൊക്കെ ഇരുന്നു കൊണ്ട് ഇടതുപക്ഷക്കാർ, CPIM-കാർ പോലും, സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് RSS-നെ കുറിച്ച്, BJP-യെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ്. അവർ പോലും വളരെ വാചാലമായി ചായക്കടയിലിരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ പോലും പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി ആരെന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം വലിയൊരു സംഭവമാണ്. കാരണം കഴിഞ്ഞകാല പ്രധാനമന്ത്രിമാർ ചെയ്തിട്ടില്ലാത്ത ഒരു ടച്ചിങ് ആയിട്ടുള്ള, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അദ്ദേഹം കടന്നു വന്നത്. പാർലമെന്റിൽ ചുംബിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത് എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ ചരിത്രത്തെ നമ്മൾ മറവിക്ക് വിട്ടുകൊടുക്കും. നമുക്കറിയാം 1948 ജനുവരി മാസം 30-ാം തീയതി ഇതുപോലെയുള്ള ഒരു നമിക്കൽ, ഒരു സാഷ്ടാംഗ നമിക്കൽ, ഒരു ചുംബനം നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധി ഏതാണ്ട് വൈകുന്നേരം 5:30 മണിയായപ്പോ
അദ്ദേഹം പ്രാർത്ഥനാ ഹാളിലേക്ക് രോഗം കൊണ്ടും പ്രയാസം അനുഭവിക്കുമ്പോ രണ്ട് സഹായി പെൺകുട്ടികളുടെ തോളത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥനാ ഹാളിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലിൽ നമിക്കാനാണ്, ചുംബിക്കാനാണ് എന്ന വ്യാജേന നാഥുറാം വിനായക് ഗോഡ്സെ എന്ന RSSകാരൻ കാലിൽ വീഴുകയും എഴുന്നേൽക്കുമ്പോൾ തന്റെ അരയിൽ കരുതിയിരുന്ന ചെറുതോക്കെടുത്തുകൊണ്ട് ഗാന്ധിയുടെ തിരുനെഞ്ചത്തേക്ക് നിറയൊഴിച്ച് അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ആ സംഭവം ചരിത്രത്തിൽ നമ്മൾ മറവിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. സമാനമായ ഒരു ചുംബനമാണ് നമ്മുടെ നരേന്ദ്രമോദി രാജ്യത്ത് 9.5 വർഷം മുൻപ് പാർലമെന്റിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിക്കാൻ വേണ്ടി കാലെടുത്ത് വെക്കുമ്പോൾ അദ്ദേഹം ചുംബിച്ചുകൊണ്ടാണ് പാർലമെന്റിലേക്ക് വന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചുകൊണ്ടാണ് നാഥുറാം വിനായക് ഗോഡ്സെ മുന്നോട്ട് പോയത് എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾ ആർജിച്ച മുഴുവൻ നന്മകളെയും, നമ്മുടെ രാജ്യം സമാഹരിച്ചിട്ടുള്ള സകലമാന മഹത്വങ്ങളെയും കീഴ്വഴക്കങ്ങളെയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ മൂല്യങ്ങളെയും പൂർണ്ണമായും വെടിവെച്ച് കൊല്ലുന്ന സമാനമായ സമീപനമാണ് മോഡി കഴിഞ്ഞ 9.5 വർഷക്കാലമായി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജനക്ഷേമപരമായ എന്തെങ്കിലും ഈ ഒരു കാര്യം ഈ രാജ്യത്ത് നടപ്പിലാക്കി എന്ന് ഞെളിഞ്ഞു നിന്ന് ഇന്ത്യൻ ജനതയുടെ മുമ്പാകെ പറയാൻ മോഡിക്ക് സാധ്യമല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇന്നും നമ്മുടെ രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന പ്രധാനമായ പങ്ക് വഹിക്കുന്ന നമ്മുടെ കർഷക സമൂഹം സമരത്തിലാണ്. അവർ സമരം ചെയ്യുന്നതിന്റെ കാരണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ രാജ്യത്തിലെ കർഷകർ സമരത്തിൽ യുവാക്കൾ തൊഴിൽ രഹിതരായി രാജ്യത്ത് എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സകലമാന രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലകളും തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാ സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അരിയെവിടെ, തുണിയെവിടെ, പണിയെവിടെ എന്നാരും ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്കുമ്പോ മോഡി പറയും, BJP പറയും, RSS പറയും പാകിസ്ഥാൻ രാജ്യത്തെ ആക്രമിക്കാൻ വരികയാണ്, ചൈന ഇന്ത്യയുടെ അതിർത്തി കടന്നു വരാൻ വേണ്ടി പോകുകയാണ്, അതുകൊണ്ട് രാജ്യത്തിന്റെ ദേശീയത അപകടത്തിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അരിയെവിടെ, തുണിയെവിടെ, പണിയെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് സമരത്തിനിറങ്ങരുത് എന്നാണ് ദേശീയത പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ചോദ്യം ചെയ്യാനുള്ള ചേതനയെ, ജനങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള ഉത്തരവാദിത്ത ബോധത്തെ ദേശീയത പറഞ്ഞ് പാകിസ്ഥാനെ ചൂണ്ടിക്കാണിച്ച് ചൈനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എക്കാലത്തെയും ഫാസിസ്റ്റുകളുടെ ഒരു തന്ത്രമാണ്. അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമായ ഒരു കുതന്ത്രമാണിത്. ദേശീയത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും മിണ്ടില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാര്യമായ പ്രക്ഷോഭങ്ങൾ നടത്താനോ ശബ്ദമുയർത്താനോ രംഗത്ത് വരാനോ കാണുന്നതായി നമുക്കാരെയും കാണാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, ആരെങ്കിലും കൃത്യതയോടുകൂടി രംഗത്ത് വരുന്നുവെങ്കിൽ അത്തരക്കാരായ ആളുകളെ ഒന്നുകിൽ പ്രലോഭിപ്പിച്ചുകൊണ്ട് BJPയോടൊപ്പം നിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഓപ്പറേഷൻ താമര എന്ന പേരിട്ടുകൊണ്ട് ആളുകളെ, മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ, ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെ തങ്ങളോടൊപ്പം നിർത്താൻ BJP ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാന രാഷ്ട്രീയത്തിലും നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, തങ്ങളുടെ പ്രലോഭനം കൊണ്ട് തങ്ങളോടൊപ്പം നിർത്താൻ കഴിയില്ല എന്ന് കാണുന്നു എങ്കിൽ അത്തരക്കാരായ ആളുകളെ ഗവൺമെന്റ് അവരുടെ വിവിധങ്ങളായ ടൂളുകളെ, ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് NIA, ED, CBI, അതുപോലെ തന്നെ ഈ രാജ്യത്തിലെ വിവിധങ്ങളായ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികളെ ടൂളുകളായി ഉപയോഗിച്ചുകൊണ്ട് അത്തരക്കാരായ വീടുകൾ, അവരുടെ വ്യാപാര കേന്ദ്രങ്ങൾ, അവരുടെ മറ്റു ഇടപെടൽ കേന്ദ്രങ്ങൾ മുഴുവനും റെയ്ഡ് നടത്തിയും ഭീഷണിപ്പെടുത്തിയും അവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വിധം പൂർണ്ണമായും തളച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ശബ്ദിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാട് പോകുന്നത്. പാർലമെന്റിന്റെ അകത്ത് നമുക്കറിയാം, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് ഇന്ത്യയുടെ പാർലമെന്റ് അകം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നാം ഊറ്റം കൊള്ളുകയും അതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിന്റെ അകത്ത് നമുക്കറിയാം 150ഓളം വരുന്ന MP-മാരെയാണ് പാർലമെന്റ് നടത്തിപ്പ് സമ്മേളന സമയത്ത്
പുറത്താക്കിയത്, സസ്പെൻഡ് ചെയ്തത്. ചോദിക്കാൻ പാടില്ല, പാർലമെന്റിന്റെ അകത്ത് ചോദിക്കാൻ പാടില്ല, പ്രതിഷേധിക്കാൻ പാടില്ല. ഏത് തരത്തിലും ഈ രീതിയിലുള്ള വമ്പിച്ച നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം വർഗീയമായ പരാമർശങ്ങൾ നടത്തി, വർഗീയമായ നീക്കങ്ങൾ നടത്തി ഈ രാജ്യത്തിലെ മുഴുവൻ വോട്ടുകളും സമാഹരിക്കുവാൻ വർഗീയതയിലൂടെ സമാഹരിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തരത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ, മതേതരത്വത്തെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന കീഴ്വഴക്ക പാരമ്പര്യങ്ങളെ മോഡി ഗവൺമെന്റും BJPയും RSSും അവരുണ്ടാക്കിയ തിരക്കഥനുസരിച്ച് മുന്നോട്ട് പോകുമ്പോ, നടപ്പിലാക്കുമ്പോ നമ്മുടെ രാജ്യത്ത് അവരുടെ ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെ പ്രതിരോധം തീർക്കേണ്ടിയിരുന്ന, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട മതേതര കക്ഷികളുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ പൊതുയോഗം കേൾക്കുന്നവരായ ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, മോഡിയെ കുറിച്ചോ മോഡിയുടെ ഭരണത്തെ കുറിച്ചോ അതല്ലെങ്കിൽ മോഡി പ്രതിനിധാനം ചെയ്യുന്ന BJPയുടെ രാഷ്ട്രീയ നയനിലപാടുകളെ കുറിച്ചോ അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന RSSനെ കുറിച്ചോ ഈ പ്രദേശത്തെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഏറെ സമയമെടുത്ത് വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട ഒരാവശ്യവും ഇല്ല എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. ഈ തരത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ തരത്തിൽ മോഡി രാജ്യത്ത് മുന്നോട്ട് പോകുമ്പോ ആ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കേണ്ട, അതിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ടവരുടെ നിലപാടെന്താണ്, അവരുടെ സ്ഥിതിഗതികൾ എന്താണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും. ആ പരിശോധനയിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരെ കൃത്യമായി ഈ ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചപ്പോ പലവരും ഞങ്ങളോട് ചോദിച്ചത്, ഞങ്ങളോട് സ്നേഹത്തോടെ ചോദിച്ചവര്, ഞങ്ങളുടെ ആദരവോടെ ചോദിച്ച പല ആളുകളുമുണ്ട്, നിങ്ങൾ എന്തിനാണ് പുതിയ പാർട്ടി ഉണ്ടാക്കി ഒരു സംഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതേതര പക്ഷികളുണ്ടല്ലോ, കോൺഗ്രസ് ഉണ്ടല്ലോ, ആ കോൺഗ്രസിനോടൊപ്പം ആ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പോരെ? നിങ്ങൾ വേറിട്ട് മുദ്രാവാക്യം പിടിച്ച്, നിങ്ങൾ വേറിട്ട് സംഘടിച്ച് വോട്ടുകൾ ഭിന്നിപ്പിച്ച് ഈ രാജ്യത്ത് വീണ്ടും ധ്രുവീകരണം ഉണ്ടാക്കാൻ നിങ്ങൾ എന്തിനു ശ്രമിക്കുന്നു എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ, കോൺഗ്രസിന്റെ ആളുകൾ ഞങ്ങളോട് ചോദിച്ചവരുണ്ട്. പ്രിയമുള്ളവരെ, വിനയത്തോടെ അന്നും ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നും ഞങ്ങൾ അവരോട് വിനയത്തോടെ പറയുന്നു. അന്ന് കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോഴാണ്, അന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോഴാണ് 2009 SDPI ഉണ്ടാക്കുന്നത്. അന്ന് ഈ രാജ്യത്ത് BJP അധികാരത്തിൽ വരും, അവർ പ്രധാനമന്ത്രി പദത്തിൽ അവരോധിക്കപ്പെടുമെന്ന് വളരെ കൃത്യമായ ഒരു പ്രവചനം ആരുപോലും നടത്തിയിട്ടില്ലാത്ത ഒരു കാലത്ത് എന്തിന് പാർട്ടി ഉണ്ടാക്കി എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചത് 2 പ്രധാന മുദ്രാവാക്യങ്ങളാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന പല കോൺഗ്രസുകാരും ഉണ്ടെങ്കിൽ അവരോട് പറയട്ടെ, 2 പ്രധാന മുദ്രാവാക്യങ്ങളാണ് അന്ന് ഞങ്ങൾ ഇന്ത്യയുടെ മുമ്പ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാരുടെ മുമ്പാകെ വെക്കുകയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തത്. സോഷ്യൽ ഡെമോക്രസി എന്നുള്ള, സാമൂഹിക ജനാധിപത്യം എന്നുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ ധാരയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുമ്പോ അത് ജനങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ 2 പ്രധാന മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചു. ഒന്ന് വിശപ്പിൽ നിന്ന് മോചനം, മറ്റൊന്ന് ഭയത്തിൽ നിന്ന് മോചനം. ഈ 2 മുദ്രാവാക്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് രാജ്യം ഏറെക്കാലം അവർ ഭരിച്ചിട്ടും അവർക്ക് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, വിശപ്പിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞങ്ങൾ പൊതുസമൂഹത്തോട് സംവദിച്ചപ്പോ അന്ന് എല്ലാവരും പറഞ്ഞു, ഇവിടെ ആരാ പട്ടിണി കിടക്കുന്നത്? ഒരുപക്ഷെ മലബാറിലും അതുപോലെ തന്നെ നമ്മുടെ ചില പ്രദേശങ്ങളിലുമൊക്കെ, കേരളത്തിൽ പ്രത്യേകിച്ചും നിരവധി ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി, ഗൾഫ് നാടുകളിൽ പോയി അവരുടെ അധ്വാന വിഹിതം നാട്ടിലേക്ക് അയക്കുന്നത് കൊണ്ട് മെച്ചപ്പെട്ട ജീവിതം നമ്മൾ നയിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ, പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്നും ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് 35% വരുന്ന ജനങ്ങളും അരപ്പട്ടിണിയിലോ മുഴുപട്ടിണിയിലോ ആണ് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് നമ്മുടെ മുമ്പിലിരിക്കെ, പ്രിയമുള്ളവരെ, അതിനേക്കാൾ എത്രയോ ഭീകരമാണ് ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന
പട്ടിണി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പട്ടിണിയിൽ നിന്ന് ഗരീബി ഹടാവോ എന്നൊക്കെ ഒരു കാലത്ത് കോൺഗ്രസ് മുദ്രാവാക്യം വിളിച്ചതാണെങ്കിലും കോൺഗ്രസിന് നിരവധി തവണ രാജ്യത്തിന്റെ അധികാരം കിട്ടിയിട്ടും രാജ്യത്തിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ ഒരു വെൽഫെയർ കൺട്രിയാക്കാൻ, ഒരു ക്ഷേമരാഷ്ട്രമാക്കാൻ, പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന മറ്റു പാർട്ടികളും അത് പ്രധാനമായ മുദ്രാവാക്യമാക്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാമുഖ്യം നൽകിയില്ല എന്നുള്ളതാണ്. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പുതിയൊരു രാഷ്ട്രീയ ചുവടുവെപ്പിന് വേണ്ടി ഞങ്ങൾ പ്രേരിപ്പിച്ചത്. രണ്ടാമതായി ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഭയത്തിൽ നിന്നുള്ള മോചനമാണ്. പ്രിയമുള്ളവരെ, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഭയത്തിൽ നിന്നുള്ള മോചനത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത്. അന്ന് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളും ദളിതുകളും അതുപോലെ തന്നെ മാവോവാദം, തീവ്രവാദം അതുപോലെയുള്ള ചില പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് വിവിധങ്ങളിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഭയം അകറ്റാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ, രാജ്യത്തിന് പുരോഗതി പ്രാപിക്കാൻ, രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഭയം ഒരു തടസ്സമാണ്. അത് നീക്കേണ്ടതുണ്ട്. മുഴുവൻ പൗരന്മാർക്കും ഭയമില്ലാതെ സന്തോഷത്തോടെ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അത് വെച്ചപ്പോ പലവരും കളിയാക്കി, എന്തിനാ നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾക്ക് ഭയമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കളിയാക്കിയ പലവരും പിൽക്കാലത്ത് ഞങ്ങൾ 2009 പാർട്ടിയുടെ ഔദ്യോഗിക മുദ്രാവാക്യങ്ങളെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന മുദ്രാവാക്യം പിന്നീട് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളെ വിമർശിച്ച പല യൂത്ത് സംഘടനകളും യുവജന സംഘടനകളും പ്രസ്തുത മുദ്രാവാക്യം തങ്ങളുടെ സമ്മേളന പ്രമേയമാക്കി അവർ ഉയർത്തിപ്പിടിച്ചു. ചില സമ്മേളനങ്ങളുടെ, ചില ക്യാമ്പയിനുകളുടെ മുദ്രാവാക്യമാക്കി അത് അവർ ഉയർത്തിപ്പിടിച്ചു. ഞങ്ങൾ മുമ്പേ പറയുമ്പോ അതിനെ കളിയാക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്തവർക്ക് ഞങ്ങൾ പറഞ്ഞതെന്തോ അത് പിൽക്കാലത്ത് അവരുടെ പ്രമേയങ്ങളാക്കി ഉയർത്തിപ്പിടിച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കി വരേണ്ടി വന്നിട്ടുണ്ട് എന്ന് നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കാൻ സാധിക്കും. ഒരു പാർട്ടി കാലികമാകുന്നത്, ഒരു പാർട്ടി കാലഘട്ടത്തിന് അനുയോജ്യമാകുന്നത്, ആ പാർട്ടി വിളിക്കുന്ന മുദ്രാവാക്യം, ആ പാർട്ടി നിശ്ചയിക്കുന്ന രാഷ്ട്രീയമായ അജണ്ടകൾ, ആ പാർട്ടി പൊതുസമൂഹത്തിന്റെ മുമ്പാകെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകൾ ഇതാണ് എങ്കിൽ ഞങ്ങൾ പറയുന്നു, അന്ന് വിളിച്ച ഞങ്ങളുടെ മുദ്രാവാക്യം, പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രമേയങ്ങൾ ഒന്നും ഞങ്ങൾക്ക് തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല. അത് അബദ്ധമായിരുന്നു എന്ന് പറയേണ്ടി വന്നിട്ടില്ലെന്ന് മാത്രമല്ല, അന്ന് ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം കൂടുതൽ പ്രസക്തമാകുകയും കൂടുതൽ വ്യക്തത വരുന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് സമകാലീന ഇന്ത്യ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു പാർട്ടിയാണോ? നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. ഫാസിസത്തിനെതിരെ, BJPക്കെതിരെ, RSSനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? നേരത്തെ സഹോദരൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ കുറിച്ച്. പിന്നീട് നമുക്കറിയാം, ഈ കാലഘട്ടത്തിലും അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അവസാനത്തെ ബസ്സാണ്, ഇനിയൊരു ബസ് വരാനില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും കേറിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കയറ്റാൻ വേണ്ടി ബസിന്റെ അവസാനത്തെ ഡോറിലെ സ്റ്റെപ്പിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ക്ഷണിച്ചവർ പോലും, ന്യൂനപക്ഷ സംരക്ഷകർ, ന്യൂനപക്ഷത്തിന് വേണ്ടി വാചാലമായി ഇടപെടുന്നു എന്ന് പറയുന്നവർ പോലും നമുക്കറിയാം അല്ലേ? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, അവസാന ബസിന്റെ ബാക്കിലെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ന്യൂനപക്ഷത്തെയും കയറ്റുകയായിരുന്നു നമ്മുടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം എല്ലാവരെയും കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കയറ്റുന്ന അവസാനത്തെ കണ്ടക്ടർ പോലും, വണ്ടിയുടെ ഡ്രൈവറും മുതലാളിയുമല്ല, കണ്ടക്ടർ പോലും ഇപ്പൊ പറയുന്നത് ബാബരി വിഷയത്തിലെ അദ്ദേഹത്തിന്റെ നിലപാട് നിങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അങ്ങനെ എല്ലാവരെയും അവസാന ബസ്സാണെന്ന് പറഞ്ഞ് കയറ്റുകയും ആ അവസാന ബസിന്റെ മുതലാളിയും അതിന്റെ ഡ്രൈവറും ആ ബസ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാനിത് പറയുന്നത് തെരഞ്ഞെടുപ്പിലെ ജയപരാജയത്തെ കുറിച്ചല്ല. കോൺഗ്രസ് കൃത്യമായ നിലപാട് അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചു. ഇന്ത്യൻ മതേതരത്വം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു.
ഇന്ത്യയുടെ ഭരണഘടന ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനെ കാവലാളാകാൻ, അത് സംരക്ഷിക്കാൻ മതനിരപേക്ഷതയുടെ നിലപാട് തറയിൽ കാൽ അമർത്തിച്ച വിട്ടി ഉച്ചൈസ്വരം നിലപാട് പ്രഖ്യാപിക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാടുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ പോകുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ അമ്പലത്തിന്റെ ശ്രീകോവിലേക്ക് വിളിച്ചു വരുത്തുന്നു. അമ്പലത്തിന്റെ ശ്രീകോവിലേക്ക് വിളിച്ചു വരുത്തി സകല ദൈവം തമ്പുരാക്കന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ അവരെ കൊണ്ട് സത്യവാചകം ചൊല്ലിപ്പിക്കുന്നു. എന്താ സത്യവാചകം? ജയിച്ചാൽ ഞങ്ങൾ പാർട്ടി മാറില്ല, കോൺഗ്രസിനോടൊപ്പം നിൽക്കും എന്നാണ്. അത് അമ്പലത്തിന്റെ ശ്രീകോവിലിൽ കൊണ്ടുപോയി ദൈവം തമ്പുരാക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യം ചെയ്യിപ്പിക്കേണ്ട ഒരു ഗതികേടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമല്ല, ഇന്ത്യയുടെ ഉടനീളം സംസ്ഥാനങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ആ പാർട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാർത്ഥതയോടെ ഇന്ത്യയിലെ മുഴുവൻ ന്യൂനപക്ഷങ്ങൾ, ഈ രാജ്യത്തിലെ ദളിതുകൾ, പീഡനം അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ, ഭയപ്പാടോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ കോൺഗ്രസ് എന്ന അവസാന ബസ്സിൽ കയറിയാൽ ആ ബസിന്റെ ഡ്രൈവർ ഈ ബസ് എവിടെ കൊണ്ടുപോയി നിർത്തുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്. കഴിഞ്ഞകാല അനുഭവം വെച്ചുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സംശയത്തോടു കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് കരുതി കോൺഗ്രസിനോട് ഞങ്ങൾക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട്, ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ട്. പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ഞങ്ങളുടെ പ്രവർത്തകന്മാരോട് പാർട്ടി നിലപാട് വ്യക്തമാക്കി പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും കോൺഗ്രസിന്റെ കുറവുകൾ ഉണ്ടെങ്കിലും, കോൺഗ്രസിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടെങ്കിലും കോൺഗ്രസിനെ ശത്രുപക്ഷത്ത് നിർത്തിയല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അവരുടെ വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ ഞങ്ങൾ വിളിച്ചു പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, SDPIയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരേ ഒരു രാഷ്ട്രീയ ശത്രുവേ ഉള്ളൂ. അത് ഈ രാജ്യത്തിലെ ഫാസിസ്റ്റ് മനോഭാവത്തോടു കൂടി രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കണം, RSSന്റെ അജണ്ടയ്ക്ക് അനുസൃതമായി ഇവിടെ തുള്ളിച്ചാടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയാണ് ഞങ്ങളെ രാഷ്ട്രീയ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതല്ലാതെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെയോ മറ്റു ഇതര രാഷ്ട്രീയ മതേതര കക്ഷികളെയോ അവരോടുള്ള വിയോജിപ്പുകൾ നിലനിർത്തി രാഷ്ട്രീയ എതിരാളികളായി മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ അവരുടെ കുറവുകൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ കുറവുകളിൽ പ്രധാനമായും ഞങ്ങൾ പറയുന്നത് കോൺഗ്രസുകാർ കൃത്യമായ മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയുന്നവരല്ല. ബാബരി മസ്ജിദിനകത്ത് ഇപ്പോ നമുക്കറിയാം, അതിന്റെ നാൾവഴികളെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ബാബരി പള്ളി പൊളിച്ച പ്രതികളെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് ഇബ്രാഹിം കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. 10-18 വർഷക്കാലത്തെ നീണ്ട പഠനത്തിനൊടുവിൽ പക്ഷേ അതിന്റെ പ്രതികളാണെന്ന് വളരെ കൃത്യമായി അക്കമിട്ട് നിരത്തി പറഞ്ഞ കമ്മീഷൻ, ഇബ്രാഹിം കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ള RSSന്റെ BJPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കന്മാരെ ജയിലിലടക്കാൻ, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് ഗവൺമെന്റിന് കഴിഞ്ഞില്ല. തലസ്ഥാനത്ത് പള്ളി നിർമ്മിക്കുമെന്ന് പള്ളി തകർത്ത പിറ്റേ ദിവസം നരസിംഹറാവു എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കോൺഗ്രസ് പ്രധാനമന്ത്രി, ഈ രാജ്യത്തിലെ മതേതരവാദികൾക്ക് കൂടെ ഉറപ്പായിരുന്നു. ആ ഉറപ്പും പാലിക്കപ്പെട്ടില്ല. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്ത് ബാബരി പള്ളിയുടെ തകർച്ചയോടുകൂടി ഹിന്ദുത്വ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം രാജ്യത്ത് ശക്തിപ്പെട്ടു. അവർ ഇന്ത്യയുടെ ഭരണം പിടിച്ചു. ഭരണം പിടിക്കാൻ പോലും നിമിത്തമായി അവർ ഉപയോഗപ്പെടുത്തിയത് ബാബരി പള്ളിയുടെ വിഷയമായിരുന്നു. ശ്രീരാമ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത്. ഇത് ബോധ്യപ്പെട്ടിട്ടും ഈ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന മതേതര മതനിരപേക്ഷവാദികളെ തങ്ങളോടൊപ്പം നിർത്താൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ ബാബരി പള്ളിയുടെ സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം, കോടതി വിധിയുടെ പശ്ചാത്തലവും നിങ്ങൾക്കറിയാം. അതിന്റെ ആധാരം മുസ്ലിങ്ങളുടെ കയ്യിലാണ്. മുസ്ലിങ്ങളായിരുന്നു ആരാധന നിർവഹിച്ചുകൊണ്ടിരുന്നത്. അവിടെ വിഗ്രഹം അതിക്രമത്തിലൂടെ അവിടെ വിഗ്രഹം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നൊക്കെ കോടതി കണ്ടെത്തുകയും, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഭൂരിപക്ഷ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു നിയമവ്യവസ്ഥയുടെ ഒരിടത്ത് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത, കാണാൻ സാധിക്കാത്ത ഒരു പരാമർശം നടത്തിക്കൊണ്ടാണ് നീതിന്യായ വ്യവസ്ഥയിൽ എവിടെയും കാണാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതി അത് ഇവർക്ക് വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ അവിടെ
അവിടെ നമുക്കറിയാം, അവിടെ ഇപ്പോ പ്രതിഷ്ഠ നടക്കുമ്പോ ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പോകണോ പോകണ്ടേ എന്ന ഒരു ചർച്ച കോൺഗ്രസിനകത്ത് വരുന്നു. കോൺഗ്രസ്സുകാരെന്താ ചെയ്യേണ്ടത്? അത് മതേതരത്വം തകർത്തുകൊണ്ടാണ്. രാജ്യത്തൊരു പള്ളി എന്ന നിലയ്ക്ക് കാണരുത് കോൺഗ്രസ്സുകാരൻ. ഒരു മതേതര വിശ്വാസികളും അങ്ങനെ കാണരുത്. ഇന്ത്യ രാജ്യത്തിലെ ആരാധനാലയങ്ങൾ, അത് അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, ഗുരുദ്വാരയാകട്ടെ, ചർച്ചാവട്ടെ, എന്തോ ആവട്ടെ, അതൊക്കെ മതേതര ഇന്ത്യയുടെ ചിഹ്നങ്ങളാണ്, മനോഹരമായ പൈതൃകങ്ങളാണ്, പ്രതീകങ്ങളാണ്. അതിലൊന്നും തകർക്കപ്പെടാൻ പാടില്ല എന്നാണ് എന്ന നിലപാടാണ് നമുക്കുണ്ടാകേണ്ടത്, കോൺഗ്രസുകാർക്കുണ്ടാകേണ്ടത്, മതേതര വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. അങ്ങനെ തകർക്കപ്പെട്ട ഒരു സ്ഥലത്ത് അക്രമത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഒരു അതിക്രമത്തിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തിനകത്തെ പ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസിനകത്ത് അഭിപ്രായ ഭിന്നത. അവസാനം അവർ പറഞ്ഞ ന്യായമാണ് ഒരു പ്രധാന കാര്യം. അവർ പറഞ്ഞത് ഈ പ്രതിഷ്ഠയെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നാ പറഞ്ഞത്. അതല്ലല്ലോ പറയേണ്ടത്. അത് ഇന്ത്യൻ മതേതരത്വത്തിന് ഉണ്ടാക്കുന്ന കളങ്കമാണ്, അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന ഭരണഘടനയിൽ ഊന്നി നിൽക്കുന്ന നിലപാട് പറയേണ്ടിയിരുന്ന കോൺഗ്രസ് അത് പറയുന്നത് ഈ രീതിയിലാണ് പറഞ്ഞത്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു മോഡി എന്ന. മോഡി എല്ലാത്തെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രീയ നേതാക്കന്മാരല്ല, രാഷ്ട്രപതിയല്ല, പ്രസിഡന്റ് അല്ല, പ്രധാനമന്ത്രിയല്ല, അവിടെ വരുന്നത് പൂജാരിമാർ, അവിടെ വരുന്നത് സന്യാസിമാർ. എന്നാൽ അയോധ്യയിലെ ഇവിടെ പ്രതിഷ്ഠ നടക്കുമ്പോ അവിടെ പ്രതിഷ്ഠയ്ക്ക് കാർമ്മികത്വം വഹിക്കാൻ വരുന്നത് പൂജാരിമാരോ പുരോഹിതന്മാരോ അല്ല, സന്യാസിമാരോ അല്ല. അവിടെ വരുന്നത് നമ്മുടെ മോഡി, രാഷ്ട്രീയ നേതാവ്, പ്രധാനമന്ത്രി, ജനപ്രതിനിധി, അവരൊക്കെയാണ് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ കൃത്യമായ രാഷ്ട്രീയം ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യേണ്ട പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഇവിടെ നടക്കേണ്ട ഒരു മതാചാര ചടങ്ങിനെ ആ രീതിയിലാക്കിക്കൊണ്ടുവരുന്നതിന് പകരം അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ് മോഡി മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോഴും തിരിച്ചറിയാത്ത കോൺഗ്രസുകാർക്ക് ഇനി എന്ന് മനസ്സിലാകുമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ചോദിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്നതല്ല. ഇത് പറയുമ്പോ കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ അല്ല എന്ന് പറയും. കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെയല്ല എന്ന് തീർത്തും പറയാൻ നമുക്ക് കഴിയുമോ? RSSന്റെ ശാഖക്ക് ആവശ്യമായ ഘട്ടത്തിൽ ഞങ്ങളായിരുന്നു കാവലേർപ്പെടുത്തിയിരുന്നത് എന്ന് കണ്ണൂരിലെ ശാഖക്ക് പലപ്പോഴും ഭീഷണി നേരിട്ട സമയത്ത് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ വിട്ട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടുകൊണ്ട് ഞങ്ങൾ കാവലേർപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ താഴെത്തട്ടിലെ ഒരു പ്രവർത്തകനല്ല, ഏതെങ്കിലും മണ്ഡലം പ്രവർത്തകനുമല്ല. ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാനത്തെ തലപ്പത്തിരിക്കുന്ന, അതിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന നേതാവാണ് വളരെ കൃത്യമായി സംശയ ലവലേശമില്ലാതെ പറയുന്നത് RSSന്റെ ശാഖയ്ക്ക് ഞങ്ങൾ കാവലേർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, സുരക്ഷിതത്വത്തിന് ഞങ്ങൾ സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന്. RSSന്റെ ശാഖയിൽ എന്താ നടക്കുന്നത്? കോൺഗ്രസ് വിശദീകരിക്കണം. ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മാണത്തെ കുറിച്ചാണോ ചർച്ച? ഏതെങ്കിലും സഹോദരന്മാര് ചികിത്സയ്ക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചു വന്നവരുടെ ചികിത്സാ സഹായ സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ചാണോ ശാഖയിലെ ചർച്ച? അല്ല. അവിടെ നടക്കുന്ന ചർച്ച വിചാരധാരയിലെ പ്രധാനമായ 3 ശത്രുവിനെ കുറിച്ചാണ് ചർച്ച. 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകൾ. ഇവരെ കുറിച്ചാണ് ചർച്ച. അവരെ കുറിച്ച് കുട്ടികൾക്കും അവിടെ വരുന്നവർക്കും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വിഷയം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ ഭൗതികപരമായി RSSനോടൊപ്പം നിർത്തുക മാത്രമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി മെയ് അഭ്യാസം നടത്തി, മെയ് വഴക്കമുണ്ടാക്കി, കായികക്ഷമതയുണ്ടാക്കി, ആയുധ പരിശീലനം നടത്തുന്ന സംവിധാനത്തിന്റെ പേരാണ് ശാഖ എന്ന് പറയുന്നത്. അത് സുധാകരൻ അറിയാനിട്ടല്ല, കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അറിയാനിട്ടല്ല. പക്ഷെ എന്നിട്ടും കേരളം എന്ന BJPക്ക് ഇന്ന് അസംബ്ലിയിൽ ഒരു അംഗം പോലും ഇല്ലാത്ത സംസ്ഥാനത്ത് അതിന്റെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് പറയുകയാണ് ഞങ്ങൾ ശാഖക്ക് കാവലേർപ്പെടുത്തിയിരുന്നു എന്ന്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതാണ് കോൺഗ്രസ് പാർട്ടി. ഏത് സമയവും ഏത് നിമിഷവും അതിന്റെ നേതാക്കന്മാർക്ക് മറുകണ്ഠം ചാടുമ്പോ, അല്ലെങ്കിൽ ഒരു BJPക്കാരനായി രംഗത്ത് വരുമ്പോ യാതൊരുവിധ മനസ്സിന് പ്രയാസവും ഒരു കുത്തലും തോന്നാത്ത ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് പ്രയോജനമില്ല, ഫലപ്രദമല്ല എന്ന തിരിച്ചറിവും
തിരിച്ചറിവുണ്ടാക്കി ഈ രാജ്യത്തെ മർദ്ദിത ജനകോടികളെ അവരുടെ അവകാശങ്ങളെ പറ്റി വിളിച്ചുണർത്തി പുതിയൊരു സംഘാടനം നടത്തുക എന്നുള്ള വളരെ ശ്രമകരമായ ഒരു ഉത്തരവാദിത്തമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രമകരമായ ഒഴുക്കിനെതിരെയുള്ള ഒരു നീന്തലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും നാനാഭാഗത്തു നിന്നും വമ്പിച്ച തോതിലുള്ള ആരോപണങ്ങൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നിൽക്കുന്ന സംവിധാനങ്ങൾ പലവരും ഒരുക്കുന്നു. പക്ഷേ ആ സംവിധാനങ്ങളൊക്കെ ഭേദിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ പറയാറുണ്ട്, ഇടതുപക്ഷക്കാർ പറയാറുണ്ട്, പ്രത്യേകിച്ച് CPIM പറയാറുണ്ട്, നിങ്ങൾ പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലെ നമ്പർ 1 ആണ് എന്ന്. CPIM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ പ്രസംഗം കേട്ടാൽ, അവരുടെ വിശദീകരണങ്ങൾ കേട്ടാൽ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾക്കറിയാം, നന്നായി അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP-ക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. BJP-ക്കെതിരെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് അവർ. അതിനുവേണ്ടി ശക്തമായ സമീപനവും സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വിഷയം വരുമ്പോ, ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം വരുമ്പോ നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ എന്താ സ്വീകരിച്ചത്? ഈ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ രാജ്യത്ത് വലിയൊരു രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് പറയാൻ പറ്റാത്ത വിധം അവർ ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. 3 സംസ്ഥാനത്തെ അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ത്രിപുര, ബംഗാൾ, കേരളം. അതിൽ ത്രിപുരയും ബംഗാളിലും അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ദുർബലമായി കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ചോദിക്കട്ടെ, ഇരകളുടെ പട്ടികയിൽ അവർ 3-ാമതാണ്, വിചാരധാരയിൽ 3-ാമതാണ് അവർ. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിർത്തേണ്ടവരാണ് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ. ആ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നിടത്ത് നിങ്ങൾ ചെയ്യുന്ന സമീപനം എന്താണ്? ഗൗരവപൂർവ്വം നിങ്ങൾ ആലോചിക്കണം. ഈ രാജ്യത്തിലെ ക്രിസ്ത്യാനിറ്റിയെ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയും അവർക്ക് എല്ലാ പദവികളും കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധമാണ്. എന്നാൽ ഒരു മുസ്ലിം പേരുള്ള അല്ലെങ്കിൽ മുസ്ലിം സംവിധാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയെ തങ്ങളുടെ ഘടക കക്ഷിയായി പരിഗണിക്കാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഞങ്ങൾ വലിയ ചാമ്പ്യന്മാരാണ്, RSS-നെതിരെ പ്രതിരോധം തീർക്കുന്നതില്ലെന്ന് പറയുന്നവർ RSS ഉണ്ടാക്കുന്ന പൊതുബോധത്തിലേക്ക്, അവരുണ്ടാക്കുന്ന ഒരു മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കലുണ്ട്. ആ പൊതുബോധം ഉണ്ടാക്കുന്നതിൽ അത് കൂടുതൽ ഈ രാജ്യത്ത് വസ്തുതാപരമാണ് എന്ന് വരുത്തി തീർക്കുന്നതിൽ CPIM-ന്റെ പങ്ക് ചെറുതല്ല. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയും. ഒന്ന്, ലവ് ജിഹാദ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ലവ് ജിഹാദ് എന്നുള്ളത് RSS-ന്റെ വെബ്സൈറ്റുകളിൽ അവർ സംഘപരിവാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടുള്ള ഒരു മുസ്ലിങ്ങൾക്കെതിരെ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആരോപണമാണ്. ആ ആരോപണം സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട്. പാർലമെന്റും ഹൈക്കോടതികളും അത്തരത്തിലൊരു ലവ് ജിഹാദ് ഇവിടെ നടക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടും നമ്മുടെ രാജ്യത്ത് ലവ് ജിഹാദി എന്ന പ്രയോഗത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ, അതൊരു പൊതുബോധമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ശ്രമം ചെറുതല്ല. വളരെ വലിയ ഉത്തരവാദിത്തമായി CPIM-നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് VS അച്യുതാനന്ദൻ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്നും 20 വർഷം കൊണ്ട് കേരളം ഒരു ഇസ്ലാമിക സ്റ്റേറ്റായി മാറാൻ വേണ്ടി പോകുന്നുവെന്നും മുസ്ലിം ചെറുപ്പക്കാർ പ്രണയിച്ചും പ്രലോഭിപ്പിച്ചും ഈ രാജ്യത്തിലെ ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും പത്രമാധ്യമ പ്രവർത്തകന്മാരുടെ മുമ്പാകെ പറഞ്ഞത്. ഏതെങ്കിലും ഒരു പൊതുയോഗത്തിലല്ല, പത്ര സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നു. മാത്രമല്ല, പിന്നീട് UP തെരഞ്ഞെടുപ്പ് നടന്നപ്പോ യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. പത്രക്കാർ ചോദിച്ചപ്പോ അദ്ദേഹം തെളിവായി പറഞ്ഞത് കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഈ പത്രസമ്മേളനത്തെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പ്രസ്താവന നടത്തിയിട്ട് VS അച്യുതാനന്ദൻ പിണറായി 2ാം ടേം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. VS അച്യുതാനന്ദൻ ഏറെക്കാലം ഇപ്പോഴും ഹയാത്തിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ ഇന്നേ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റി ബ്യൂറോ അല്ലെങ്കിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഏതെങ്കിലും ഒരു ഘടകം ഇത് തിരുത്തി പറഞ്ഞില്ല. RSS-ന്റെ ശാഖയിൽ പിന്നീട് നമ്മളുടെ മാത്രം പ്രസ്താവനയല്ല, ഇത് കേരള മുഖ്യമന്ത്രി പോലും പറയുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള RSS-ന്റെ
ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക്, വിഷലിബ്ധമായ പ്രചാരണങ്ങൾക്ക് അത് ആക്കം കൂട്ടുന്ന തരത്തിലാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന. മുസ്ലിംകളുടെ വിഷയം വരുമ്പോ നാർക്കോട്ടിക് ജിഹാദ് വന്നു, ആരോപണം വന്നു. ആ ആരോപണത്തെ കൃത്യമായി അന്വേഷിക്കുന്നതിന് പകരം ചെയ്തത് എന്താണ്? ആരോപണം നടത്തിയ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെ പോയിട്ട് പ്രശംസിക്കുന്നു, അവരെ സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് നടക്കുന്നു, CPIM പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ നമ്മുടെ സംസ്ഥാനത്തെ വിഷലിബ്ധമായ RSSന്റെ അജണ്ടയ്ക്ക് അനുസൃതമാക്കി ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല, വളരെ വലുതാണ്. ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനത്തിന്റെ ഗൗരവം അറിയാൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരില്ല. ഞങ്ങൾ ന്യൂനപക്ഷത്തോടൊപ്പമാണെന്ന് പറയുമ്പോ കടുത്ത വിവേചനം, പരസ്യമായ വിവേചനം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത ആലപ്പുഴയിൽ ഷാൻ എന്ന് പറയുന്ന SDP-യുടെ സംസ്ഥാന സെക്രട്ടറി RSSകാരാൽ വധിക്കപ്പെട്ടു. അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹത്തിന്റെ കൊലയാളികൾ ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വിലസിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നുകൊണ്ട് രണ്ടാമതൊരു കൊലപാതകം അവിടെ നടന്നു. ആ കൊലപാതകം RSSകാരൻ വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കേസ് വിചാരണ നടക്കുന്നു. അതിന്റെ വിധി പ്രസ്താവം പുറത്തു വന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തതിന് നിമിത്തമായ ഒന്നാമത്തെ കേസിലെ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ CPIM മുന്നോട്ട് വന്നിട്ടില്ല. അവരുടെ ഭരണം, ഇടതുപക്ഷ ഭരണം തയ്യാറായിട്ടില്ല. അവസാനം വിവാദമായപ്പോഴാണ് പ്രോസിക്യൂട്ടറെ വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത് എവിടെയും പ്രകടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്നതുകൊണ്ട്, അവരുടെ ചെങ്കൊടി പിടിച്ചത് കൊണ്ട്, AKG സെന്ററിൽ പോയി അഭയം തേടിയത് കൊണ്ട് നിങ്ങൾ പൂർണ്ണമായും ഈ രാജ്യത്തിലെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കും എന്ന് മൗഢ്യമായ ധാരണ മുമ്പേ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ ബോധമുള്ളവരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാര്യകാരണ സഹിതമാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് കരുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല, ഞങ്ങൾക്ക് വിയോജിപ്പേ ഉള്ളൂ, ശത്രുതയില്ല. അതുകൊണ്ട് തന്നെ CPIM-ഉം BJP-യും നേർക്ക് മത്സരം വരുമ്പോ അവിടെ ഞങ്ങളുടെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ CPIM ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. കോൺഗ്രസും BJP-യും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുമ്പോ ഞങ്ങൾ മുന്നണി പരിഗണന തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ നാളെ എന്ത് ചെയ്യുമെന്നത് പാർട്ടിക്കെതിരെ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് നോക്കാതെ BJP-യെ തോൽപ്പിക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിനെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗിനെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. അവരോടൊക്കെയുള്ള വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തു പോന്നിട്ടുള്ളത്, ശത്രുതയില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാരോട് ഞങ്ങൾക്ക് ഇന്ന സാഹചര്യത്തിൽ BJP-ക്കെതിരെ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും. അത് ഞങ്ങൾ പറഞ്ഞാൽ CPIM-ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യം ബോധ്യപ്പെടും. മുസ്ലിം ലീഗിനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സപ്പോർട്ട് ഈ വാർഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മറിച്ചൊരു തീരുമാനമെടുക്കാൻ മതനിരപേക്ഷതയുടെ മാലാഖമാരായി ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മറ്റു പാർട്ടികൾക്ക് അത്തരമൊരു ഘട്ടം വന്നാൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ നിലപാട് നിങ്ങൾ തിരുത്തിയിട്ടില്ല എങ്കിൽ വളരെ കൃത്യമാണ്. അവിടെ BJP ജയിച്ചാലും വേണ്ടില്ല, SDPI ജയിച്ചു വരരുത് എന്നതിന് വേണ്ടി ക്രോസ് വോട്ട് പോലും ചെയ്ത് പരാജയപ്പെടുത്തുന്ന സമീപനമാണ് കോൺഗ്രസിനാകട്ടെ, CPIM-നാകട്ടെ, മുസ്ലിം ലീഗിനാകട്ടെ ഈ മതനിരപേക്ഷത പറയുന്നവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് വളരെ കൃത്യമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കി പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയാണ് ഞങ്ങളുടെ സംഘാടനം, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ മാറ്റി നിർത്താം. പിന്നീട് നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഈ വിനീതനെ ഇങ്ങോട്ടേക്ക് ഒരു പൊതുയോഗത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതിന്റെ പ്രധാന താല്പര്യത്തെ കുറിച്ച് എന്റെ ഇവിടുത്തെ പ്രാദേശിക സംഘാടകർ പറഞ്ഞിരുന്നു. ഇവിടെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. മാത്രവുമല്ല, ഇവിടെ മെമ്പർഷിപ്പ് എടുത്തതിൽ കാരണവന്മാരായിട്ടുള്ള പലരും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരാണ്. ഞാനും ഏറെ കാലം മുസ്ലിം ലീഗിന് വേണ്ടി അതിന്റെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി
പ്രവർത്തിച്ച് പഞ്ചായത്ത് തലത്തിൽ അതിന്റെ ഉത്തരവാദിത്വങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി പദവി വരെ ഒരു സമയത്ത് നിർവഹിക്കാൻ വേണ്ടി പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു. SDP എന്ന പാർട്ടി ഉണ്ടാക്കുന്നത് വരെ ഞാൻ പൂർണ്ണാർത്ഥത്തിൽ ഒരു മുസ്ലിം ലീഗിന്റെ പൊതുപ്രവർത്തകനായി ആ പാർട്ടിയോടൊപ്പം നിന്നിട്ടുള്ളവരാണ്. അസ്വസ്ഥതയോടുകൂടിയായിരുന്നു നിന്നിരുന്നത്. നേരത്തെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിനോടൊപ്പം എന്നെ നിൽക്കാൻ പ്രേരിപ്പിച്ച ഒരുപാട് വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളിൽ ഒന്ന് നേരത്തെ സഹോദരൻ സൂചിപ്പിച്ചു. 1948 മാർച്ച് മാസം 10-ാം തീയതി പാർട്ടി ഉണ്ടാക്കുമ്പോ ഖായിദുൽ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. അള്ളാന്റെ മാർഗം മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ശക്തരാകണം. അങ്ങനെ ശക്തരാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ ആദർശത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. 1948 മുതൽ 92 വരെ, ബാബരി പള്ളി തകർക്കപ്പെടുന്നത് വരെ നിങ്ങൾക്ക് കൃത്യമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. മഹാനായ ഖായിദുൽ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൊട്ട് മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് വരെയുള്ള കാലഘട്ടം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ള ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ അകത്ത് മുസ്ലിം സമുദായം വേട്ടയാടപ്പെടുമ്പോ അവിടെ എഴുന്നേറ്റ് നിന്ന് അരുത് എന്ന് പറയാൻ, നിയമനിർമ്മാണം നടക്കുമ്പോ ആ നിയമനിർമ്മാണത്തിനെതിരെ ശബ്ദമുയർത്താൻ, കൈ ഉയർത്താൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. ശരീഅത്ത് വിവാദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഷാബാനു കേസിന്റെ പശ്ചാത്തലത്തിൽ വലിൽ മുത്തല്ലഖാത്തി മത്താഉൻ ബിൽ മഅറൂഫി ഹഖൻ അലൽ മുത്തഖീൻ എന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം കോടതി, സുപ്രീം കോടതി പാർലമെന്റിനോട് ആവശ്യപ്പെട്ടു, ഇവിടെ ഒരു പൊതു നിയമം കൊണ്ടുവരണം. ഏക സിവിൽ കോഡ് ചർച്ച പാർലമെന്റിന്റെ അകത്ത് നടക്കുകയാണ്. അന്ന് മഹാനായ സേഠ് സാഹിബ് പാർലമെന്റിന്റെ അകത്ത് വിശുദ്ധ ഖുർആൻ വലത്തെ കൈയിലും ഇടത്തെ കൈയില് ഇന്ത്യൻ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഇന്നും നമ്മൾ ആവേശത്തോടെ ഇടനെഞ്ചിൽ സൂക്ഷിക്കുന്ന ഒരു ചരിത്രമാണത്. അദ്ദേഹം നടത്തിയ പ്രസംഗം ഞാൻ ഇന്നും ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, എന്റെ വലത്തെ കൈയിലുള്ള വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അനുസരിച്ച് ഇന്ത്യയിലെ മുസൽമാന്മാർക്ക് ജീവിക്കാനോ. ഭരണഘടന ഇടത് കൈയിലുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകാൻ, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഭരണഘടന ഞങ്ങൾക്ക് ഒരിക്കലും തടസ്സം നിൽക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഭരണഘടനയിലെ ഖുർആൻ അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മതേതരപരമായ സ്വഭാവത്തെ എടുത്തൊഴിവാക്കി ഒരു പൊതു നിയമം കൊണ്ടുവരാനാണ്. പാർലമെന്റ് എന്റെ അഭ്യർത്ഥന മാനിച്ച് ഈ ചർച്ചയിൽ നിന്ന്, ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് വരണം. അതല്ല, എന്റെ അഭ്യർത്ഥന മാനിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനും ഇന്ത്യൻ ഭരണഘടനയും നിങ്ങൾ ഏക സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കിയാൽ പാർലമെന്റിനകത്ത് മാറോട് ചേർത്ത് പിടിച്ച് ഞാൻ ഇവിടെ കിടന്ന് പിടഞ്ഞു മരിക്കും. അന്ന് ഇന്ത്യൻ ജനാധിപത്യം അസ്തമിക്കും. മഹാനായ സേഠ് സാഹിബ് പാർലമെന്റിൽ നടത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു. ഇന്ത്യയിലെ മലബാറിലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ പുരോഗതി മാത്രമായിരുന്നില്ല അവർ നോക്കിയത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നത്തെ പാർലമെന്റിൽ അഡ്രസ് ചെയ്തത് സേഠ് സാഹിബായിരുന്നു, പോക്കർ സാഹിബായിരുന്നു, ഇസ്മായിൽ സാഹിബായിരുന്നു. 92 വരെ നേരത്തെ പറഞ്ഞ സമുദായ താല്പര്യം, സമുദായത്തിന് വേണ്ടി ശബ്ദിച്ചു മഹാനായ മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ്. എത്ര കഷ്ടപ്പെട്ടാണ് നിരവധി നേട്ടങ്ങൾ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേടിത്തന്നത്. അറബി അധ്യാപക തസ്തിക, അധിക തസ്തിക ഉണ്ടാക്കിയപ്പോ CH നേരെ നിയമസഭക്കകത്ത് വമ്പിച്ച ചോദ്യം. ഭരണകക്ഷികളും പ്രതിപക്ഷ കക്ഷികളും രണ്ടു കൂട്ടരും കൂടി നേരെ CH നേരെ തിരിഞ്ഞു. എന്നിട്ട് CH പറഞ്ഞു, അല്ല CH നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? ഇന്നലെ വരെ ഞങ്ങൾ അസംബ്ലിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇരുന്ന് ചെരുപ്പ് കുത്തിയും കുട നന്നാക്കിയും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് കാണാനില്ല. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരെയൊക്കെ മാസ്റ്റർമാരാക്കി, അധ്യാപകരാക്കി സ്കൂളിലേക്ക് കോയ വിട്ടിരിക്കുന്നു. എന്ത് പണിയാണ് നിങ്ങൾ കാട്ടിയത്? അക്ഷരാഭ്യാസമില്ലാത്ത ചെരുപ്പ് കുത്തികളാക്കി, ഈ രാജ്യത്ത് കുട നന്നാക്കികളാക്കി മുസ്ലിങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് അസംബ്ലിയിൽ സമുദായത്തെ, താൻ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെ കരിവാരി തെച്ചപ്പോ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന് സഹിച്ചില്ല. അദ്ദേഹം തന്റെ തലയിലിരിക്കുന്ന മാപ്പിളത്തൊപ്പി ശരിയാക്കി അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ആരാന്റെ വിറക് വെട്ടികളും വെള്ളം കോരികളുമാക്കി എന്റെ സമുദായത്തെ തളച്ചിടാൻ ഞാൻ ഒരുക്കമല്ല, ഞാൻ ഒരിക്കലും ഒരുക്കമല്ല അതിന് എന്ന് പറഞ്ഞുകൊണ്ട് കറുത്ത തുണിയുടെ കറുത്ത കൊടി കാണിച്ച് CH പേടിപ്പിച്ചു. അദ്ദേഹത്തിന് നേരെ അദ്ദേഹം കടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് കരികൊടി കാണിച്ചു. ആ കരികൊടി കാണിച്ച സമരക്കാരോട് പറഞ്ഞു,
കറുത്ത തുണിയെടുത്ത വലിയമ്മമാരുടെ വോട്ട് വാങ്ങി താനൂരിൽ നിന്നും ജയിച്ചു വന്നവനാണ് ഈ കോയ. എനിക്ക് കറുപ്പിനോട് എനിക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിരാളികളുടെ എതിർപ്പുകളുടെ മുൾമുനകളെ മുഴുവനും അദ്ദേഹം തകർത്തെറിഞ്ഞു. കേരള അസംബ്ലിയിൽ സമുദായത്തിന് വേണ്ടി വാദിച്ചവരായിരുന്നു. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചവരായിരുന്നു. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 92-ന് ശേഷം ആ സഹോദരൻ പറഞ്ഞത് വളരെ കൃത്യമായ സംഭവം എന്ന് വെച്ചാൽ അതിനുശേഷം അതിന്റെ മുൻപും 2 ചരിത്ര ദശാസന്ധിയുണ്ട്. മുസ്ലിം സമുദായത്തിന് വേണ്ടി നിലനിന്നിരുന്ന 92 വരെയുള്ള മുസ്ലിം ലീഗ് പിന്നെ ഒരു തരം കച്ചവടക്കാരുടെ കൈകളിലേക്ക് പെടുന്നു. കച്ചവടക്കാർ, ബിസിനസ്സുകാർ അവരുടെ കൈകളിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമുദായത്തെ അത് പ്രതിനിധാനം ചെയ്യുന്ന വിഷയത്തെ കൃത്യമായി അഡ്രസ് ചെയ്യാതെ അധികാരത്തിലിരിക്കണം, സുഖലോലുപത ആസ്വദിക്കണം, അനുഭവിക്കണം എന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷത്തിന്റെ പ്രയാസം, അവരുടെ ഭയപ്പാട് അകറ്റാൻ, ആവശ്യമായ ഇടപെടൽ നടത്താൻ, വിവിധ സംസ്ഥാനത്തെ സംഘാടനത്തെ കുറിച്ച് ആലോചിക്കാൻ, ഉണ്ടാക്കിയെടുക്കാൻ, മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് അജണ്ട വെച്ചില്ല. മുസ്ലിം ലീഗിന് ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ 10-18 MLA-മാരുണ്ടായിരുന്നു, 3 മന്ത്രിമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു, കർണാടകയിലുണ്ടായിരുന്നു, മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് കർണാടക വിധാനസഭയിൽ കമറുൽ ഇസ്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ MLA ആണ്. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാണ് MLA ആയത്. മുസ്ലിം ലീഗിന് അവിടെ ഇല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ദേശീയ രാഷ്ട്രീയത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്ന പാർട്ടി സംസ്ഥാനത്തേക്ക് ചുരുങ്ങി മലബാറിൽ മാത്രം ഇപ്പൊ പരിശോധിച്ചു നോക്കിയാൽ മുമ്പ് ഇവിടെ നമുക്ക് എറണാകുളത്തും അതുപോലെ തന്നെ കൊല്ലത്തും ഒക്കെ പാർട്ടിക്ക് ജനപ്രതിനിധികൾ MLA-മാരുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ ചുരുങ്ങി പാർട്ടി മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായി ചുരുങ്ങിയെന്ന് മാത്രമല്ല, അങ്ങനെ പാർട്ടി മാറാനുണ്ടായ കാരണം പാർട്ടിയുടെ ഈ കച്ചവട ലോബിയുടെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെയാണ്, കച്ചവടക്കാരായതുകൊണ്ടാണ് വി മുരളീധരനെ കേന്ദ്രമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് അബ്ദുൽ വഹാബിന് പ്രസംഗിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അദ്ദേഹം വി മുരളീധരനെ കുറിച്ച് വാചാലനായി പാർലമെന്റിന്റെ അകത്ത് സംസാരിക്കുന്നു. അതിന് സംസാരിക്കാൻ എന്താ കാര്യം? BJP മന്ത്രിയെ പുകഴ്ത്തി വാനോളം പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഏറെ ശ്രദ്ധ ചെലുത്തുന്ന മന്ത്രി എന്ന ഖ്യാതി പോലും അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നു നമ്മുടെ മുസ്ലിം ലീഗിന്റെയും. അതിന് കാരണം അവർക്ക് പേടിയുണ്ട്. ED കുറിച്ച് അവർക്ക് ഭയപ്പാടുണ്ട്. സേഠ് സാഹിബിനും മനാത്ത് ബാല സാഹിബിനും അതുപോലെയുള്ള പഴയകാല നേതാക്കന്മാർക്ക് ഭയമുണ്ടായിരുന്നില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും ഈ ന്യൂനപക്ഷ സമുദായത്തെ കുറിച്ചുള്ള അവരെ കുറിച്ചുള്ള സ്നേഹമായിരുന്നു. അവരുടെ പ്രശ്നങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇന്നത്തെ ആളുകൾക്ക് കച്ചവടമാണ്. അവർക്ക് ED പേടിക്കണം, മറ്റുള്ളവരെ പേടിക്കണം, ഭയപ്പാടോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ വിനീതനെ പോലെയുള്ള പല ആളുകൾക്കും മുസ്ലിം ലീഗിനോട് വിട ചൊല്ലി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പാർട്ടിയോടൊപ്പം SDP-യോടൊപ്പം നിൽക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. പലരും ചോദിക്കും, നിങ്ങൾക്ക് വ്യക്തിപരമായി എന്ത് കിട്ടിയെന്ന്. നമുക്ക് എന്ത് കിട്ടാൻ? നിങ്ങൾക്കറിയാം, ഈ പാർട്ടിയിൽ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകുന്നതോടെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ആ ധാരണയൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോ ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് ഇനി എന്തിന് നിലകൊള്ളണം എന്നുള്ളത് നിങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് പറയേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ RSS-നെയും BJP-യെയും ഏതൊക്കെ രീതിയിൽ പ്രീണിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം ചന്ദ്രികാ പത്രം പുറത്തിറങ്ങി. ആ ചന്ദ്രികാ പത്രത്തിൽ ഒരിടത്തു പോലും ബാബരി മസ്ജിദ് എന്ന പരാമർശം നടത്താതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തി പോന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വവും അതിന്റെ എഡിറ്റോറിയൽ ബോർഡും. നമ്മൾ വിചാരിച്ചത് അത് യാദൃച്ഛികമായി അത് സംഭവിച്ചു പോയതായിരിക്കാം എന്നാണ് കരുതിയത്. ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഒരു വിശദീകരണം വന്നു. അത് വലിയൊരു കുറവായി അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന വന്നു. എന്നാൽ ഏറെ ദിവസം കഴിയാതെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ കൃത്യമായി പാർട്ടിയുടെ ഒരു പൊതുസമ്മേളനത്തിൽ, ഒരു ക്യാമ്പിലോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകന്മാരെ വിളിച്ചു വരുത്തിയ ഏതെങ്കിലും അടച്ചിട്ട ഒരു റൂമിലെയോ യോഗത്തിൽ വെച്ചുകൊണ്ടല്ല അദ്ദേഹം പറയുന്നത് ബാബരി പള്ളി തകർത്തേടത്ത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം അത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ വാചകം അതാണ്. പുൽപ്പറ്റ പഞ്ചായത്തിലെ ഒരു സമ്മേളനത്തിൽ, മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനത്തിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത് പറയുന്നത്.
എങ്ങനെ കഴിയും അത് പറയാൻ? വിശുദ്ധ ഖുർആനിൽ അൽ ബഖറ സൂറത്തിൽ വളരെ കൃത്യമായ ഒരു ആയത്തുണ്ട്. തങ്ങളെ 1,200-ഓളം വരുന്ന മഹല്ലുകളുടെ കാവി പദത്തിൽ അവരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സയ്യിദാണ് അങ്ങ് വിശുദ്ധ ഖുർആനിൽ അൽ ബഖറ സൂറത്തിൽ കാണുന്ന ഒരു ആയത്തിനെ കുറിച്ച് അല്പമെങ്കിലും ഗൗരവത്തോടൊന്ന് വായിച്ചു നോക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ അവന്റെ നാമം സ്മരിക്കപ്പെടുന്നതിനെ തൊട്ട് തടയുകയും അതിന്റെ നാശത്തിനായി പണിയെടുക്കുകയും ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? എന്ന വാക്കല്ല പ്രയോഗിച്ചത്. അള്ളുലം എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഏറ്റവും വലിയ എന്നാണ് അർത്ഥം. അള്ളാഹു കബീർ അല്ല, അള്ളാഹു അക്ബർ ആണ്. അക്ബർ അള്ളുലം എന്ന വാക്കാണ് പ്രയോഗിച്ചത്. ഏറ്റവും വലിയ അക്രമി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന അങ്ങനെ അതിക്രമത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പലം, അത് മതേതരത്വത്തിന്റെ പ്രതീകം എങ്ങനെയാകും? വിശ്വാസപരമായത് പോകട്ടെ, ഇനി പോകട്ടെ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതെങ്ങനെ മതേതരത്വത്തിന്റെ പ്രതീകമാകും? മുസ്ലിം ലീഗ് വ്യക്തമാക്കേണ്ടതുണ്ട്, മുസ്ലിം ലീഗ് വിശദീകരിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ തങ്ങൾ തെറ്റിത്തിരുത്തി പറയണം അബദ്ധമാണ് സംഭവിച്ചത് എന്ന്. പട്ടർക്കാർ ചോദിച്ചല്ലോ തങ്ങളോട് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ഹൈ ഞാനോ? അങ്ങനെ എപ്പോ? എവിടുന്ന്? നിങ്ങളൊക്കെ കണ്ടു കാണും. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലം, ആർക്കും നിഷേധിക്കാനാവില്ല. അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള മുസ്ലിം ലീഗ് ഞാൻ നേരത്തെ പറഞ്ഞ അവസാനത്തെ ബസ്സിലേക്ക് ആളെ കൂട്ടി എങ്ങോട്ടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? അന്ന് പറഞ്ഞത് ബാബരി മസ്ജിദ് ഒരു പള്ളിയല്ലേ, ഇനി അയിമ വെറുതെ തട്ടിച്ച് സമയം കളയണ്ട. ഞങ്ങൾ പറഞ്ഞു ഒരു പള്ളിയല്ല, അത് ഇന്ത്യൻ മുസ്ലിംകളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ശിലയാണ് ബാബരി പള്ളി. അതുകൊണ്ട് ആ വിഷയം മറവിക്ക് വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. ഇന്നും ഡിസംബർ 6 വരുമ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ഓരോ ഡിസംബർ 6 ആ കറുത്ത ദിനത്തെ ഓർമ്മപ്പെടുത്തി അന്നുണ്ടായ അതിക്രമത്തെ കുറിച്ച് പറഞ്ഞ് ആ ക്രിമിനലുകളെ, ഈ രാജ്യദ്രോഹികളെ ജനങ്ങളുടെ മതേതര ഇന്ത്യയുടെ മുമ്പാകെ വിശദീകരിച്ചുകൊണ്ട് വ്യത്യസ്ത സമര സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കാറുണ്ട്. ഞാൻ മുസ്ലിം ലീഗ് പരിപാടികളൊന്നും നടത്താറില്ല. അതിനെന്താ കാരണം എന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവർ അജണ്ട അത് മറവിക്ക് വിട്ടുകൊടുക്കാൻ. നമ്മൾ പറഞ്ഞു മറവിക്ക് വിട്ടുകൊടുക്കരുത്. ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ബാബരി മസ്ജിദിൽ നിന്നോ അന്ന് മുസ്ലിം ലീഗുകാർ ഞെളിഞ്ഞു നിന്ന് പറഞ്ഞ മറ്റൊരു അവകാശവാദം 991 ഇവിടെ ടാറ്റസ്കോ പുതിയ ഇനി 947 ഏതൊക്കെ ആരാധനാലയങ്ങൾ ഏതൊക്കെ മതവിശ്വാസികളുടെ കയ്യിലായിരുന്നുവോ അവർക്ക് അവകാശപ്പെട്ടതാണ് ആരാധനാലയങ്ങൾ എന്ന ഒരു നിയമം കൊണ്ടുവന്നു. പാർലമെന്റ് പാസ്സാക്കിയെടുത്തു. ആ നിയമം കൊണ്ടുവന്നു. ഇപ്പൊ വലിയ വാചാലമായി അവർ പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതേ നിയമം നിലനിൽക്കുന്നിടത്താണ് ഇപ്പോ ഗ്യാൻബാബി മസ്ജിദിൽ അവകാശവാദം വന്നത്. അവിടെ പൂജ തുടങ്ങി. മധുരയിലെ ഈദ്ഗാഹ് പള്ളിയെ കുറിച്ച് അവർ പറയുന്നു. അവിടെയും നിൽക്കില്ല. താജ്മഹലും ഫത്തേപൂർ സിക്രിയും ചെങ്കോട്ടയും കുത്തുബ് മിനാറും ഒക്കെ ഇന്ത്യയിലെ മുസ്ലിംകളുടെ സാംസ്കാരിക തനിമ വിളിച്ചറിയിക്കുന്ന, ഇന്ത്യയുടെ മുസ്ലിംകളുടെ സാംസ്കാരിക പൊലിമ വിളിച്ചു പറയുന്ന ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങളെ മുഴുവനും ഒന്നൊന്നായി അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പിടിച്ചെടുക്കും എന്നാണ് അവർ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിടിച്ചെടുക്കാൻ പോകുന്നു. ഫാസിസത്തിനെതിരെയുള്ള സംഘാടനം സജീവമാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ വേറിട്ട് ഒരു രാഷ്ട്രീയ ശാക്തിക ചേരിയായി മാറണം. അത് പറയുമ്പോ നിങ്ങൾ വേറിട്ട് സംഘടിക്കരുത്. നിങ്ങൾ സംഘടിക്കുന്നത് തീവ്രവാദമാണ്, അത് ഭീകരവാദമാണ്, അത് വിധ്വംസക പ്രവർത്തനമാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്തുണ്ട്? ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്കൊരു മാറ്റവും വരുത്തേണ്ടി വന്നിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് പുലർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറഞ്ഞിടത്ത് നിന്നോ നിങ്ങൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് മുഴുവനും കള്ളമായിരുന്നു എന്ന് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. പറ്റിക്കുകയായിരുന്നു എന്ന് ഒരു സമൂഹത്തിന് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗിനകത്ത് 2 തരം ആളുകളുണ്ട്. ഒന്ന് ലീഗ് അടിമകളാണ്. ആ അടിമകളോട് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലീഗ് നേതാക്കന്മാരെന്താണോ പറയുന്നത് അതിനെ ചോദ്യം ചെയ്യാനോ അതിനെതിരെ നിലപാട് സ്വീകരിക്കാനോ കഴിയാത്ത അടിമകളായി മാറിയവർ. എന്നാൽ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തകർ, കാര്യം ബോധ്യപ്പെട്ടവർ, ഇനി അതിൽ പോയതുകൊണ്ട്, ആ ബസ്സിൽ കയറിയത് കൊണ്ട്
അതുമായി മുന്നോട്ട് പോയതുകൊണ്ട് പ്രയോജനമില്ല എന്ന തിരിച്ചറിവോടുകൂടിയാണ് അത്തരത്തിലുള്ള പ്രവർത്തകന്മാർ മുസ്ലിം ലീഗിന്റെ പാർട്ടി അംഗത്വം ഒഴിവാക്കി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDP പോലെയുള്ള ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തിന്റെ ഒരു ദശാസന്ധിയാണിത്. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നുവോ ആ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ്, വസ്തുതാപരമാണ്, രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാത്തിടത്തോളം കാലം ഒരു ജനതയെ മാറ്റിയെടുക്കാൻ കഴിയില്ല. നാം മാറണം, നമ്മൾ മാറിയേ പറ്റൂ. ഇത് മറ്റു പാർട്ടികൾക്കൊപ്പം കയറ്റുക ഇറക്കുക എന്ന ലോഡിംഗ് അൺലോഡിംഗ് പണി ഒഴിവാക്കി അവസാനം അവരെ കയറ്റി നമ്മൾ നിരാശരാകുന്നതിന് പകരം സ്വയം രാഷ്ട്രീയ ശാക്തിക പ്രവർത്തനത്തിന് നാം ഏർപ്പെടണം. അതിനു വേണ്ടിയിട്ടുള്ള ജാഗ്രതയോടുകൂടിയുള്ള കാൽവെപ്പാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDP നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ശ്രമം ഇത് അതിയായ ഇന്ത്യ രാജ്യം ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്ന, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇന്ത്യ രാജ്യത്ത് ഈ രണ്ട് ആശയങ്ങളെ ഉണ്ടാകുന്നു. ഒന്ന് ഫാസിസ്റ്റ് BJP പ്രതിനിധാനം ചെയ്യുന്ന ഫാസിസം, മറ്റൊന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്ന, നിങ്ങളൊക്കെ കളിയാക്കിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുഡാപ്പി, ആ സുഡാപ്പിസം എന്ന ഒരു ഈസം. ഇത് രണ്ടും തമ്മിലുള്ള ഇന്ത്യൻ മതേതരത്വം ഭരണഘടനയും മുറുകെ പിടിക്കുന്ന ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്ത് ഇനി വരാനുള്ള കാലങ്ങളിൽ നടക്കാൻ പോകുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഏത് ചേരിയോടൊപ്പം നിൽക്കണം എന്നുള്ളത് നിങ്ങൾ സത്യസന്ധമായി നിങ്ങളുടെ ചിന്തക്ക് വിട്ടുകൊടുക്കുക. ആരോടൊപ്പം നിൽക്കണം, ആരോടൊപ്പം നിന്നാലാണ് ഈ രാജ്യത്ത് ഒരു മാറ്റം ഉണ്ടാക്കാനാവുക എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്നുള്ളത് വളരെ കൃത്യമാണ്. നാം സ്വയം മാറാത്തിടത്തോളം കാലം നമ്മെ മാറ്റുകയില്ല. രാജ്യത്ത് ഒരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് പലവരും ചോദിക്കുന്നത്. മാറ്റം തീർച്ചയാണ്. ബ്രിട്ടീഷുകാർ രാജ്യത്ത് അടക്കി ഭരിക്കുമ്പോൾ അന്ന് ബ്രിട്ടീഷുകാരുടെ സുഖ സൗകര്യങ്ങളിൽ അഭിരമിക്കുന്നവർ പോരാളികളോട് ചോദിച്ചിരുന്നു, നിങ്ങളുടെ ഈ സമരം കൊണ്ട് എന്ത് നേടാനാകുമെന്ന്. അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വമ്പിച്ച തോതിലുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ കൈകളിൽ ജയിലുകൾ ഉണ്ടായിരുന്നു, അവരുടെ കൈകളിലായിരുന്നു ഭരണം മുഴുവനും. അതുകൊണ്ട് തന്നെ പോരാളികളെ സംബന്ധിച്ചിടത്തോളം ജയിലുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അന്ന് അവരുടെ ചെരുപ്പ് നക്കികളായി അവരോടൊപ്പം നിന്നവർ, സുഖലോലുഭന്മാരായി കഴിഞ്ഞവർ ചോദിച്ചത്, എന്തിനാണ് വെറുതെ സമരം ചെയ്ത് ജയിലിൽ പോകുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, ജയിലിൽ കിടന്ന സഹോദരന്മാരുടെ ജയിൽവാസം വെറുതെയായില്ല. തൂക്കുമരം പുൽകേണ്ടി വന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളുടെ രക്തസാക്ഷിത്വം വെറുതെയായിട്ടില്ല. അവർ അനുഭവിച്ച പ്രയാസങ്ങളൊന്നും വെറുതെയായില്ല. നമ്മളെ പോലെയുള്ള തലമുറക്ക് സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിഞ്ഞത് അവരുടെ ജയിൽവാസമായിരുന്നു, അവരുടെ തടവറകളായിരുന്നു, അവരുടെ കൾമരങ്ങളായിരുന്നു, അവർക്ക് അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു, പോരാട്ട വഴിയിൽ ഒരു പക്ഷേ ജയിലുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം ഉണ്ടാകും, കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാലും അടുത്ത തലമുറയ്ക്ക് സ്വതന്ത്രമായി ശ്വസിച്ച് രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ രൂപപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളത് ചരിത്രത്തിന്റെ പിൻബലത്തിൽ നമുക്ക് പറയാം. അത് ചരിത്രമാണ്, ചരിത്രത്തിന്റെ പിൻബലമാണ്. ഒരു ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ അധിനിവേശ ചരിത്രം മാത്രമല്ല, ലോക ചരിത്രം പരിശോധിച്ചു നോക്കൂ. എല്ലാ ധിക്കാരികൾക്കും, എല്ലാ അഹങ്കാരികൾക്കും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട്. അവരുടെ അഹങ്കാരത്തിന്, അവരുടെ ധിക്കാരത്തിന്, അവരുടെ സകലമാന പ്രതാപങ്ങളെയും അന്ത്യം കുറിച്ച ഒരു ദിനം വന്നിട്ടുണ്ട്. മർദ്ദിതർ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്തിട്ടുണ്ട്, അവർ രാജ്യത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ രീതിയിൽ രാജ്യത്ത് ഒരു മാറ്റം ഉണ്ടാകും. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്തൊക്കെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഉണരുവോളം കണ്ണിൽ എണ്ണയൊഴിച്ച് ഈ രാജ്യത്തെ മർദ്ദിത ജനകോടികളെ വിളിച്ചുണർത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ജന്മം കൊണ്ട് എന്റെ കുടുംബം മുസ്ലിം ലീഗുകാരനായതുകൊണ്ട്, ജന്മം കൊണ്ട് ഞാനൊരു കോൺഗ്രസുകാരനായതുകൊണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയധാരയിൽ നിൽക്കുന്ന കുടുംബത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ കൊടി പിടിക്കേണ്ടവരല്ല.
അവര് നമ്മുടെ പൂർവികരതായതുകൊണ്ട് ഞാനും അതായി എന്ന് പറയേണ്ടവരല്ല. കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി രാഷ്ട്രീയം കരുപിടിപ്പിക്കേണ്ടവരാണ്, പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടവരാണ് നാം എന്ന ബോധ്യം എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ഉണ്ടാകണമെന്നാണ് വിനയപൂർവ്വം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ DPI-കാരനായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ വീടുകളിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, പോലീസ് വരും, ജയിലിൽ പോകേണ്ടി വരും, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം, നന്നായി അറിയാം. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ വന്ന് ക്യാമ്പയിൻ ചെയ്യുന്നു. പക്ഷേ ഞങ്ങളുടെ നാടിലൊക്കെ മാറി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരുപക്ഷെ അത്തരത്തിലുള്ള നേതാക്കന്മാർ ഈ ജയിലിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആണ്, ഞങ്ങളുടെ പല നേതാക്കന്മാരും ഈ അബൂബക്കർ സാഹിബിനെ പോലെയുള്ള നേതാക്കന്മാർ നിരവധി രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുമ്പോഴും ജയിലിലാണ് ഞങ്ങൾ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നേതാക്കന്മാർ ഈ ജയിലിൽ കിടക്കുന്നത് ലീഗുകാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതെങ്കിലും പാലം ഉണ്ടാക്കുമ്പോ കമ്പി പൊട്ടിച്ചതിന്റെ പേരിലല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഏതെങ്കിലും നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ ആളുകളെ കബളിപ്പിച്ചതിന്റെ പേരിലും അല്ല ഈ അബൂബക്കർ സാഹിബ് ജയിലിൽ കിടക്കുന്നത്, ഞങ്ങളുടെ നേതാക്കന്മാർ ഈ ജയിലിൽ കിടക്കുന്നത്. അവർ ഫാസിസത്തിനെതിരെ ശബ്ദിച്ചു എന്നുള്ളതാണ്, RSSനെതിരെ നിലപാട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾക്കറിയാം, നന്നായി അറിയാം. RSSനെതിരെ, BJPക്കെതിരെ, ഭരണകൂടത്തിനെതിരെ നിലപാട് ഉറപ്പിച്ച് തറപ്പിച്ചു പറയുമ്പോ സ്വാഭാവികമായും അവരെ പോലീസിനെ ഉപയോഗിച്ച്, ED-യെ ഉപയോഗിച്ച്, NIA-യെ ഉപയോഗിച്ച്, CBI-യെ ഉപയോഗിച്ച് ഞങ്ങളെ വേട്ടയാടുമെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളെ മാത്രമല്ല ലീഗുകാരാ, നിങ്ങൾക്കിടെ ബുദ്ധി കുറവ് കൊണ്ട്, നിങ്ങളുടെ മന്ദബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങൾ നെരിയാണി കൊണ്ട് കാര്യം വിലയിരുത്തുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങൾക്കറിയോ, കോൺഗ്രസ് പാർട്ടിയുടെ സമാദരണീയായ അധ്യക്ഷ, AICC-യുടെ അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധി 10-48 മണിക്കൂർ നേരം ED ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്തു. എത്ര രോഗമുണ്ട് ആ സഹോദരിക്ക്? കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ പ്രധാനമന്ത്രി ആയേക്കാവുന്ന ഒരാൾ. അവരെ കുറെ കാലം ED ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റ് അംഗം, വയനാട് MP രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, ED ചോദ്യം ചെയ്യുന്നു. അതൊക്കെ രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് നിലപാട് ഘടിപ്പിച്ചാൽ നിങ്ങളെപ്പോലെ RSSന് വേണ്ടി പേനയുന്തി ലേഖനങ്ങൾ എഴുതുമ്പോ പാർലമെന്റിനകത്ത് അവരെ പ്രകീർത്തിച്ച് പ്രസംഗിച്ചാൽ, അതല്ലെങ്കിൽ അവരെ കുറിച്ച് ഒരു സമുദായത്തെ ശാക്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രസംഗിച്ചാൽ നിങ്ങളെ തേടി ED വരില്ല. പക്ഷെ നിലപാടുള്ളവരെ തേടി ED വരും, കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ വരും. അങ്ങനെ വരുന്നുണ്ട്. P. ചിദംബരം ആരായിരുന്നു? കുറെ കാലം ജയിലിലായിരുന്നില്ലേ? ആരാ പിടിച്ചത്? കേന്ദ്ര ഗവൺമെന്റ് അവരുടെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ച് ജയിലിലിട്ടു. കേജ്രിവാൾ ഏത് സമയവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാവുന്ന സാഹചര്യത്തിലാണുള്ളത്. ഒരു മുഖ്യമന്ത്രി ഫോൺ ഓഫ് ചെയ്ത് കുറെ മണിക്കൂറുകളോളം അദ്ദേഹം അപ്രത്യക്ഷനാകേണ്ടി വന്നു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് BJPക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന SDPI നേതാക്കന്മാര് മാത്രമല്ല, SDPIക്കാർ മാത്രമല്ല ജയിലിലുള്ളത്. ഇവരുടെ ഈർഷ്യത്തിന്, ദേഷ്യത്തിന് ഇരകളായവരൊക്കെ ജയിലിലാണ് കിടക്കുന്നത്. കൂട്ടത്തിൽ ഞങ്ങളുണ്ട്. ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഞങ്ങൾ ജയിലിൽ കിടക്കുന്നത് അഭിമാനത്തോടുകൂടി 4 ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് വേദിയിൽ നിന്ന് പരസ്യമായി പറയാൻ കഴിയും. ഈ അബൂബക്കർ സാഹിബും ഞങ്ങളുടെ ഉസ്മാൻ പെരുമ്പിലാവ് അടക്കമുള്ള നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നത് ഫാസിസത്തിനെതിരെ, BJPക്കെതിരെ, RSSനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസാരിച്ചത് കൊണ്ടാണ്, ഇടപെട്ടത് കൊണ്ടാണ് എന്നാ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നതിന്റെ കാരണം പൊതുയോഗം വെച്ച് നാട്ടുകാരോടൊന്ന് നിങ്ങൾക്ക് പറയാൻ നോക്കുമോ? ഏതെങ്കിലും ഒരാൾ ദേശീയ രാഷ്ട്രീയത്തിലോ സംസ്ഥാന രാഷ്ട്രീയത്തിലോ ഒരാളെ ഈ രീതിയിൽ ഇടപെട്ടതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നതിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാനാകില്ല. എന്നിട്ടാണ് അവർ ഞങ്ങളെ കുറിച്ച് പറയുന്നത്. പ്രിയമുള്ളവരെ, അവരാരും അവനാന്റെ ആവശ്യത്തിന് വേണ്ടി അഴിമതി നടത്തിയിട്ട് ഏതെങ്കിലും വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി ആയിരുന്നില്ല. ഇവരെ വിമർശിച്ചതിന്, അവരെ കുറിച്ച് പറഞ്ഞതിന് ജയിലിൽ കിടക്കുക. ഞങ്ങളത് അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. നിങ്ങളുടെ വീട്ടിൻ മുറ്റത്ത് വന്ന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള കെൽപ്പ് ഈ പ്രദേശത്തെ നാട്ടിലെ ഉമ്മമാർ, ഈ നാട്ടിലെ സഹോദരിമാർ, ഈ നാട്ടിലെ ജനങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് തിരിച്ചു ചോദിക്കാൻ സന്നദ്ധത കാണിക്കണം. നേതാക്കന്മാർ ഈ ജയിലിലല്ലേ എന്ന് ചോദിച്ചാൽ എന്തിനാണ് അവർ ജയിലിൽ കിടക്കുന്നത് എന്ന് വിശദീകരിക്കാനുള്ള
വിശദീകരിക്കാൻ അവരെ കൊണ്ട് നിർബന്ധിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിലൊരു പക്ഷേ ഉണ്ടായേക്കാം. ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയില് പോകുക എന്ന് പറയുന്നത് രാജ്യസ്നേഹപരമായ നമ്മുടെ ഒരു കടമയായി നിങ്ങൾ കാണുകയാണ്. ജയില് എന്ന് പറയുന്നത് അന്യർക്ക് കിടക്കാനുള്ള പോരാളികൾക്കുള്ളതാണ്. നിങ്ങൾക്കറിയില്ലേ എന്താണ് മുസ്ലിം ലീഗിന് അറപ്പും വെറുപ്പും ജലീലിനോട് തോന്നിയത്? മഹാനായ PMSA പൂക്കോയ തങ്ങൾ ഹൈദരാബാദ് ആക്ഷൻ സമയത്ത് പൂക്കോയ തങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ലീഗ് പിരിച്ചുവിടണം, ഇല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞു. തങ്ങളെ ലീഗ് പിരിച്ചുവിട്ടില്ല, കയ്യാമം വെച്ചോളൂ, എന്നെ ജയിലിൽ വിട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അറസ്റ്റിന് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പൂക്കോയ തങ്ങൾ ജയിൽ കിടന്നിട്ടുള്ള ജയിൽ അത് ഒരു കാലഘട്ടത്തിലെ നിലപാടിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ SDPIക്കാർ കിടക്കുന്ന ജയിലിൽ കിടക്കുന്നത് ഒരു നിലപാട് കൊണ്ടാണ് എന്ന് ഇത്തരക്കാരായ ലീഗുകാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജയില് പറഞ്ഞു ഞങ്ങൾ. മറ്റൊന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്നാണ്. മുസ്ലിം ലീഗ് എന്താ നേടിയത്? ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു. നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, 18 സംസ്ഥാനത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആകാൻ കഴിയും എന്നാ ചോദിക്കുന്നത്. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്കാകാൻ കഴിയും. ഈ രാജ്യത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതിനുവേണ്ടിയുള്ള പണിയാണ്. അതിന്റെ ഏറ്റവും വലിയ അലാമത്ത് എന്താ പറയുക നിങ്ങൾ? അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നേതാക്കന്മാർ ജയിലിൽ പോകുക എന്നുള്ളതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ എന്താ കാരണം? കുറെ ആൾക്കാർ ജയിലിൽ കിടന്നതാണ്, അന്നത്തെ ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചു എന്നുള്ളതാണ്. എന്നാൽ SDPI ഭരണം പിടിക്കും, ഈ രാജ്യത്തെ ഈ ഫാസിസ്റ്റ് ദുർഭൂതത്തിന്റെ കൈകളിൽ നിന്ന് പിടിച്ച് മോചിപ്പിച്ച് കൊണ്ടുവരും. അത് ഇന്നോ നാളെ എന്നുള്ളത് വേറെ കാര്യം, അത് സമയമെടുക്കും. ഈ തലമുറയ്ക്ക് ചിലപ്പോൾ ആസ്വദിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. പക്ഷേ തിരിച്ചു പിടിക്കും ഈ രാജ്യത്തെ, വീണ്ടെടുക്കും ഈ രാജ്യത്തെ. അതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ആ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി. എല്ലാവരും ഒറ്റപ്പെടുത്തിയല്ലോ. 2009 പാർട്ടി ഉണ്ടാക്കിയപ്പോ എന്തൊക്കെയായിരുന്നു? തീവ്രവാദം, ഭീകരവാദം, പല പ്രചാരണ പരിപാടികൾ. ആരെങ്കിലും മെമ്പർഷിപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ അവന്റെ വീട്ടില് പള്ളിയിലെ ഉസ്താദുമാരെ വരെ, ഞങ്ങളുടെ നാട്ടിൽ ഇവിടുത്തെ എന്താന്ന് പറഞ്ഞുകൂടാ, ഉസ്താദുമാരെ വരെ, സദർ ഉസ്താദിനെ വരെ ഉപയോഗപ്പെടുത്തിയിട്ട് വീട്ടിൽ വന്നിട്ട് മരിച്ചവരുടെ പേരിൽ യാസീനോദി ദ്വാരന്നിട്ട് എന്നിട്ട് രക്ഷിതാക്കളോട് പറയും, അല്ല ഇപ്പൊ കുട്ടി ഇങ്ങനെ എന്തോ ചില പള്ളികളൊക്കെ കാണുന്നുണ്ട്, ഇങ്ങനൊക്കെ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കണം, SDPIയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള പേടി, ഇത് ശ്രദ്ധിക്കണം. അങ്ങനെ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തി നോക്കി. ആ ശ്രമങ്ങളുടെ എല്ലാ എതിർപ്പുകളുടെയും പൊട്ടിച്ചാണ് ഞങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. വളർന്നു എന്നതിന് തെളിവ് നിങ്ങൾക്ക് എന്താ വേണ്ടത്? സംസ്ഥാനത്ത്, കേരളത്തിൽ മുസ്ലിം ലീഗുകാരോട് പ്രത്യേകിച്ച് അടിവരയിട്ട് പറയട്ടെ, ആദ്യ തെരഞ്ഞെടുപ്പിൽ 11 മെമ്പർമാരാണ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായിരുന്നത്. രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ എണ്ണം 48 വർദ്ധിപ്പിച്ചു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അംഗബലം 103 വർദ്ധിപ്പിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഓരോ ദിവസം, ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പാർട്ടിയുടെ വളർച്ചയുടെ ഗ്രോത്ത് രേഖപ്പെടുത്തി പോകുന്നു. ഇനി പലവരും പറഞ്ഞത്, ലീഗിനെ സ്നേഹിക്കുന്ന പലവരും പറഞ്ഞത് എന്താണ്? നിങ്ങൾ ലീഗിനെ ദുർബലപ്പെടുത്തും. അങ്ങനെ ചില ആളുകൾ പറഞ്ഞിരുന്നു, ലീഗ് തകരൂലേ, ലീഗ് ദുർബലപ്പെടൂലേ എന്നാണ് ചോദിച്ചത്. എങ്കിൽ ഞങ്ങൾ പറയട്ടെ, ലീഗിനെ തളർത്തിയല്ല പാർട്ടി കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് കർണാടകയിൽ 6 പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഇതൊരു പൊതുയോഗമാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ കാര്യങ്ങൾ അന്വേഷിക്കാം. 6 പഞ്ചായത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനപ്രതിനിധികൾ അധ്യക്ഷ പദവിയിലിരിക്കുന്ന 6 പഞ്ചായത്ത് ബോർഡ് ഭരണസമിതിയുണ്ട്. നിങ്ങൾക്ക് എത്രയുണ്ടെന്ന് നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പറെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു മുമ്പ്. ഇപ്പൊ ചോദ്യം നിർത്തി. കാരണം എന്താ? പലയിടത്തും ജയിക്കാൻ തുടങ്ങി, അപ്പൊ നിർത്തി. പിന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പദവി കിട്ടുവാനാ? കർണാടകയിൽ 6 പഞ്ചായത്ത് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, SDPI ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ അംഗബലമുള്ളത്, പഞ്ചായത്ത് പ്രതിനിധികളുള്ളത്, ജനപ്രതിനിധികളുള്ളത് കേരളത്തിലല്ല, കർണാടകയിലാണ്. അവിടെ ലീഗിനെ പൊളിച്ചിട്ടല്ല ഞങ്ങളുടെ പാർട്ടി മെമ്പർമാർ ജയിച്ചു വന്നത് അങ്ങനെയല്ല. ഇപ്പോ തമിഴ്നാട്ടിൽ, കർണാടക കഴിഞ്ഞ പിന്നെ തമിഴ്നാട്ടിലാണ്. രണ്ടായി നിങ്ങൾ ആലോചിക്കണം. മുസ്ലിം ലീഗിന് കേരളത്തിൽ UDFന്റെ ഭാഗമാണ് മുസ്ലിം ലീഗ്, UDFന്റെ ഭാഗം. തമിഴ്നാട്ടിലെ DMKയുടെ ഭാഗമാണ് മുസ്ലിം ലീഗ്. DMKയുടെയും UDFന്റെയും ഭാഗമായി മുന്നണി സംവിധാനത്തിൽ മത്സരിച്ചിട്ട് ഈ പറയപ്പെടുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും പ്രതിനിധികളുടെ
അവരുടെ ജനപ്രതിനിധികളുടെ എണ്ണം നോക്കിയാൽ 2000-ന് താഴെയുള്ളൂ. 2000-ന് താഴെയുള്ളൂ. മലബാറിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അങ്ങോട്ടൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഞാൻ അന്വേഷിച്ചപ്പോ എറണാകുളത്ത് മുമ്പ് പല പഞ്ചായത്തും ലീഗ് ഭരിച്ചിരുന്നു. ഇപ്പൊ ആളുള്ളത് ഇപ്പൊ ഒരു പഞ്ചായത്തും എറണാകുളത്ത് ഇല്ല എന്നാണ് കിട്ടിയത്. അപ്പൊ കുറഞ്ഞു വരികയാണ്. എന്നാൽ ഞങ്ങൾക്ക് കൂടി വരികയാണ്. 2000-ന് താഴെ ജനപ്രതിനിധികൾ, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, ബ്ലോക്ക്, ജില്ല, MLA, MP ഇതെല്ലാം കൂടി കൂട്ടിയ ആളുള്ളത് 2000-ന് താഴെ. എന്നാൽ SDPI പ്രവർത്തനം തുടങ്ങി 15 വർഷമേ ആയുള്ളൂ. ആ 15 വർഷക്കാലത്തിനിടയിൽ 18 സംസ്ഥാനത്തെ പാർട്ടിയുടെ ഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി. ഈ 5-8 സംസ്ഥാനങ്ങളിലായി 800-ലധികം വരുന്ന പഞ്ചായത്ത് ജനപ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് 75 വയസ്സായി, ഞങ്ങൾക്ക് 15 വയസ്സ്. 75 വയസ്സ് പ്രായമുള്ള മുസ്ലിം ലീഗിന് 2000-ന് താഴെ, 15 വയസ്സുള്ള SDPIക്കും 800-ലധികം. ആരാ വളരുന്നത്? നിങ്ങൾ പറയും, ആരാ വളരുന്നത്? അതും മുന്നണി സംവിധാനത്തിൽ. SDPI മത്സരിച്ചതോ കേരളത്തിൽ ഒരു മുന്നണിയുടെ ബന്ധവുമില്ലാതെ ഒറ്റയ്ക്ക് തനിച്ച്. മാത്രവുമല്ല, ഞങ്ങൾ ജയിക്കുമെന്ന് കണ്ടെടുത്ത് ക്രോസ് വോട്ട് നടത്തി ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കിയിട്ടും കൊതറി ജയിച്ചു വന്നവരാണ് ഞങ്ങളുടെ 103 ആളുകൾ കേരളത്തിൽ. തമിഴ്നാട്ടിൽ നിങ്ങൾ DMK-യുടെ മുന്നണി ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. എന്നാൽ അവിടെയും മുന്നണി സംവിധാനമില്ലാതെ, ഒരിടത്തും മുന്നണി സംവിധാനമില്ലാതെ, ഈ പാർട്ടിയുടെ കൊടി പിടിച്ച് ഏതെങ്കിലും വ്യക്തിയെ ഉയർത്തി കാണിക്കാതെ, അതും ഒരു പ്രധാന ഘടകമാണ്. SDPIയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആ നേതാവ് ഓരോ ടേമിലും ആ ടേമിനനുസരിച്ച വ്യക്തികളെ, ആ ടേം തെരഞ്ഞെടുക്കുന്ന വ്യക്തികളായിരിക്കും നേതാവ്. കാലാകാലം ഒരു കുടുംബത്തിന്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു പ്രമാണിക്ക് പണയപ്പെടുത്തിയതല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടി. അതുകൊണ്ട് തന്നെ ആ പാർട്ടി, ആ കുടുംബം ജീർണിക്കുമ്പോ, ആ കുടുംബത്തിന് ഭയപ്പാടുണ്ടാകുമ്പോൾ തിരുത്താൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായി 3 വർഷത്തിലൊരിക്കൽ ജനാധിപത്യ ഉൾപാർട്ടി മര്യാദയനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി ഓരോ ഘടകത്തെയും അതാത് ഘട്ടത്തിൽ തെരഞ്ഞെടുക്കുകയാണ്. അതാത് ഘട്ടത്തിലാണ്. ഒരാൾക്കും ഒരു ആത്മീയ പരിവേഷം ഞങ്ങൾ കൊടുക്കാറില്ല. ഒരാൾക്കും അമിതമായ വമ്പിച്ച ആത്മീയ പരിവേഷം ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ല ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാർട്ടിക്ക് അതാത് സമയത്ത് ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പിലൂടെ വരും. എന്നാൽ മുസ്ലിം ലീഗിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിനുവേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഉത്തരവാദിത്ത നിർവഹണമാണ്. SDPIയുടെ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ്, വളരെ ഉത്തരവാദിത്തം നിറഞ്ഞ പണിയാണ്. ഒരു ഉസ്താദിന് വയത് പറഞ്ഞാൽ പ്രശ്നമില്ല, അത് റമദാൻ വരുമ്പോൾ റമദാന്റെ ആയത്തും ഹദീസൊക്കെ നോക്കിയിട്ട് വയത് പറഞ്ഞാൽ മതി. പക്ഷെ രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം സമകാലീന വിഷയത്തിൽ ഇടപെട്ട് നിലപാട് പറയേണ്ടി വരും. ആ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ശത്രുക്കൾ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും. ചിലപ്പോൾ പോലീസ് അറസ്റ്റ്, കേസ്, കൂട്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ വളരെ റിസ്ക് പിടിച്ച കാര്യമാണ്. പക്ഷേ ആ ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാതെ, ഇടപെടാതെ, ജനങ്ങളിലേക്ക് ഇറങ്ങാതെ, വിഷയങ്ങൾ അഡ്രസ് ചെയ്യാതെ, സുഖലോലുപതയ്ക്ക് വേണ്ടി, പാർട്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഗ്രൂപ്പ് കളിക്കുക, എന്നിട്ട് ജയിച്ചു വരിക, എന്നിട്ട് ശണ്ഡീകരിക്കുക, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊരു ഉത്തരവാദിത്വമാണ്. ജന്മം കൊണ്ട് നിങ്ങളുടെ നാട്ടുകാരൻ, കർമ്മം കൊണ്ടെന്ന് കേരളത്തിലെ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി. ആ അഷ്റഫ് മൗലവി എന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ജന്മം കൊണ്ട് നിങ്ങളുടെ നാട്ടുകാരനാണ്. കർമ്മം കൊണ്ട് അദ്ദേഹം കേരളത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ സംസ്ഥാന അധ്യക്ഷനാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് പ്രഖ്യാപിച്ച് ഓടി നടക്കുകയാണ് കേരളത്തിലുടനീളം. ഈ വരാൻ പോകുന്ന 14-ാം തീയതി തൊട്ട് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലൂടെയും പര്യടനം നടത്തി പ്രിയമുള്ളവരെ, രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഈ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ, മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ നേതൃത്വത്തിൽ ഒരു പ്രചാരണ പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ്. അടങ്ങിയിരിക്കില്ല, ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ രാജ്യത്ത് ഒരു മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്, ഉണ്ടായേ പറ്റൂ. ഈ ദൗത്യം നിർവഹിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ സ്വാഭാവികമായും ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഷാന് സംഭവിച്ചതുപോലെ RSS ക്രിമിനലുകളുടെ, ഭീകരരുടെ അക്രമത്തിന് ഇരയായി ഒരുപക്ഷെ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു എന്ന് വന്നേക്കാം. അതല്ലെങ്കിൽ പോലീസ് മുറയ്ക്ക് വിധേയരായി ജീവഹാനി സംഭവിച്ചു എന്ന് വന്നേക്കാം.
അങ്ങനെ വന്നാൽ ഉന്നത വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ ഭാര്യമാർ വിധവകളായിക്കൊള്ളട്ടെ, നിഷ്കളങ്കതയുടെ നിറകുടങ്ങളായ ഞങ്ങളുടെ പിഞ്ചോമന മക്കൾ അനാഥകളായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ പുത്രവിയോഗത്തിന്റെ ദുഃഖം കടിച്ചമർത്തിക്കൊള്ളട്ടെ. എന്നാൽ പോലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ വിപ്ലവ മുദ്രാവാക്യത്തിൽ നിന്ന്, ഈ പാർട്ടിയുടെ കൊടി പിടിക്കുന്ന ഞങ്ങളുടെ മുന്നേറ്റത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരു NIA-ക്കും ഒരു ED-ക്കും ഒരു കേന്ദ്ര ഏജൻസിക്കും ഒരു BJP-ക്കും ഒരു RSS-നും ഈ രാജ്യത്തെ മറ്റു രാഷ്ട്രീയ എതിരാളികൾക്കും കഴിയില്ല എന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തിക്കൊണ്ട്, പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ജീവഹാനി അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ജയിലാണ് നിങ്ങൾ സമ്മാനിക്കുന്നതെങ്കിൽ ആ ജയിലറ ഞങ്ങൾ മണിയറയെ പോലെ, ആ കയ്യാമം ഞങ്ങൾ പൂമാലയെ പോലെ സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഈ പാർട്ടിയുടെ സന്ദേശവാഹകരായി ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങളെ മറച്ചു പിടിക്കാൻ, സൂര്യപ്രകാശത്തെ മറച്ചു പിടിക്കാൻ മുറം കൊണ്ട് സാധ്യമല്ലാത്തതുപോലെ SDPI തുറന്നുവിടുന്ന രാഷ്ട്രീയ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗിന്റെ ജയിൽ വിശദീകരണങ്ങൾ കൊണ്ട്, നിങ്ങളുടെ തീവ്രവാദ പ്രചാരണ പ്രവർത്തനങ്ങൾ കൊണ്ട് ആകില്ല എന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തി നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ മുഴുവനും ഈ രാഷ്ട്രീയ ധാരയിലേക്ക് ആവർത്തിച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനെ ശക്തിപ്പെടുത്താൻ, രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനായി ഈ പോരാട്ടത്തോടൊപ്പം നിൽക്കാൻ, പ്രിയമുള്ളവരെ, കാരണവന്മാരൊക്കെ കാണിച്ചതുപോലെ തന്റെ ഇടത്തോടെ ആർജവത്തോടെ കടന്നു വന്ന് ഞാൻ ഒരു SDPI-കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് വ്യക്തമാക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും മുന്നോട്ട് വരണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് SDPI.